Hi all, welcome back to ANS Academy. So, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ ആൻഡ് ടേണർ. അതിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷനുമായിട്ടാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ള, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസ് ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, from below statements, choose the correct one regarding the classification of a hammer. From the below statements, choose the correct one regarding the classification of hammer. അതാണ് തന്നിരിക്കുന്ന പേര്. ഈ ഹാമറിനെ നമ്മൾ ഏതിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഓൺ റിഗാർഡിംഗ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാമർ. അത് ഹാമർ നമ്മൾ എന്തിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഷേപ്പ് ഓഫ് ഹെഡ്, സൈസ് ഓഫ് ഫേസ്, ലെങ്ത് ഓഫ് ഹാൻഡിൽ, ഷേപ്പ് ഓഫ് പീൻ. സോ എന്തിന്റെ ബേസിലാണ് നമ്മൾ ഈ പറയുന്ന ഹാമറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം ഹാമറിനെ ക്ലാസിഫൈ ചെയ്യുന്ന ബേസിലാണ് എന്താണ് പറഞ്ഞത്? ഷേപ്പ് ഓഫ് പീൻ ആൻസർ കിട്ടുന്നു അല്ലെ? ഷേപ്പ് ഓഫ് പീൻ അല്ലെ? ഷേപ്പ് ഓഫ് പീൻ. സോ ഷേപ്പ് ഓഫ് പീൻ ആണ് ഇതിന്റെ ആൻസർ. സോ ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ഓഫ് പീൻ നമുക്ക് ഹാമറിനെ പലതരം ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Just wait. വെയിറ്റ് ചെയ്യണേ. പ്ലീസ് സ്ലൈഡ് ഒന്ന് മാറുന്നത് ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ട്. യെസ്, ഓക്കെ. നമുക്ക് ബേസ്ഡ് ഓൺ ദി പീൻ we can classify the hammers into what? Ball peen hammers അല്ലെ? നമ്മൾ കേട്ടിട്ടുള്ളതാണ് ബോൾ പീൻ ഹാമേഴ്സ്, ക്രോസ് പീൻ ഹാമേഴ്സ് ആൻഡ് സ്ട്രൈറ്റ് പീൻ ഹാമേഴ്സ്. അപ്പൊ ഈ ഹാമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. സോ ഹാമേഴ്സിന് നമുക്ക് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഹാമേഴ്സിന് കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇത് മാത്രമല്ല വേറെയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ ബേസ്ഡ് ഓൺ ദി പീൻ ഈ ഹാമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോൾ പീൻ ഹാമർ, ക്രോസ് പീൻ ഹാമർ ആൻഡ് സ്ട്രൈറ്റ് പീൻ ഹാമർ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ഓരോന്നിന്റെ ഷേപ്പ് നോക്കി നമ്മളോട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ബോൾ പീൻ ഹാമർ? അതിന്റെ ഷേപ്പ് എന്താ? ഇതാണ് അതിന്റെ പീൻ എന്ന് പറയുന്നത്. ബോൾ ഷേപ്പിലായിരിക്കും. ക്രോസ് പീൻ ഹാമർ അതിന്റെ ആക്സിസിന് ക്രോസ് ആയിട്ടുള്ള പീൻ ആയിരിക്കും. സ്ട്രൈറ്റ് പീൻ ആക്സിസിന് സ്ട്രൈറ്റ് ആയിട്ടുള്ള പീൻ ആയിരിക്കും. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദി പീൻ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? സോ എന്താണ് ഇതിന്റെ ഓരോ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ ബോൾ പീൻ ഹാമറിന്റെ ഉപയോഗം എന്താണ്? ബേസിക്കലി റിവിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ആണ്. റിവിറ്റിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബോൾ പീൻ ഹാമർ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ദെൻ ഈ ക്രോസ് പീൻ ഹാമറിന്റെ ഒരു ഉപയോഗമായിട്ട് നമ്മൾ പറയുന്നത് എന്താ? സ്പ്രെഡിങ് ദി മെറ്റൽ ഇൻ വൺ ഡയറക്ഷൻ. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് വേർ വി യൂസ് ദി ക്രോസ് പീൻ ഹാമർ? എന്താണ്?
ഈ മെറ്റലിനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. മെറ്റലിനെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ സ്ട്രൈറ്റ് പിൻ ഹാമേഴ്സ്, ഈ കോർണറിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രൈറ്റ് പിൻ ഹാമേഴ്സ് ഉപയോഗിക്കുന്നത്. സോ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എവിടെയാണ് നമ്മൾ ഓരോന്ന് ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ബോൾ പിൻ ഹാമർ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്, റിവിറ്റിങ്ങിലാണ്. അത് റിവിറ്റിങ്ങിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സെക്കൻഡ് കട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ് ഇൻ ഫയർ. ഇത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് കട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഡാഷ് ഇൻ ഫയർ. ഗ്രേഡ്, ഷേപ്പ്, കട്ട്, നൺ ഓഫ് ദി അബോവ്. അപ്പൊ ഈ സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിരിക്കുന്നത്, എന്താണ്, നമ്മൾ ടൈപ്സ് ഓഫ് ഫയൽ നമ്മൾ പഠിച്ചത്. ആൻസർ പറഞ്ഞേ. സെക്കൻഡ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേഡ് ആണ്. ആക്ച്വലി ഫയലിന്റെ ഒരു ഗ്രേഡ് ആണ്. നമ്മളോർക്കും സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ടൈപ്പ് ആയിരിക്കുന്നു. ഇത് ആക്ച്വലി എന്താണ്, ഗ്രേഡ് ആണ്. സെക്കൻഡ് കട്ട് എന്ന് പറയുന്നത് ഗ്രേഡ് ആണ്. ഇനി എന്തൊക്കെയാണ് ഗ്രേഡ് എന്ന് പറയുന്നത്, ഈ ഗ്രേഡിൽ എന്തൊക്കെ വരും അതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ഫയൽസ് നമുക്ക് ഡിഫറെന്റ് ഗ്രേഡ്സ് ആയിട്ട് തിരിക്കാൻ പറ്റും അല്ലെ. ഫസ്റ്റ് സ്റ്റാർട്ട് ഫയൽ, സെക്കൻഡ് കട്ട് ഫയൽ, സ്മൂത്ത് ഫയൽ, ഡെഡ്ലി സ്മൂത്ത് ഫയൽ. അതിന്റെ പിക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ഫയൽ, സെക്കൻഡ് കട്ട് ഫയൽ, സ്മൂത്ത് ഫയൽ, ഡെഡ് ഫയൽ അല്ലെ. ഡെഡ് ഫയൽ അല്ലെങ്കിൽ ഡെഡ്ലി സ്മൂത്ത് ഫയൽ. സോ ഇതൊക്കെ എന്താണ്, ഫയലിന്റെ ഗ്രേഡ് ആണ്. ഗ്രേഡ്. ഓക്കെ, ഗ്രേഡ്. കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. റഫ് എന്ന് പറഞ്ഞാലും ഗ്രേഡ് ആണ്. നമ്മൾ ആക്ച്വലി അതിന്റെ പറഞ്ഞു കേട്ടില്ല. അവിടെ ഓക്കെ, റഫ് വന്നിട്ടില്ല. ഓക്കെ 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 ഇതൊക്കെ എന്താണ്, ഓക്കെ ഓക്കെ ശരിയാണ്. ഗ്രേഡ് അവിടെ ഫയൽസിന്റെ ഗ്രേഡ് ആണ് അല്ലെ, ഗ്രേഡ്. ഇനി നോക്കിക്കേ, ഈ സെക്കൻഡ് കട്ട് ഫയൽ എന്ന് പറയുമ്പോൾ അത് ഗ്രേഡ് ആണ്. പക്ഷെ ഈ ഡബിൾ കട്ട് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഫയലിന്റെ ഒരു ടൈപ്പാണ്. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫയലിൽ നമുക്ക് സിംഗിൾ കട്ട് ഫയലിനും ഡബിൾ കട്ട് ഫയലിനും റാസ്പ് കട്ട് ഫയലിനും കർവ്ഡ് കട്ട് ഫയലിനൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നിങ്ങൾ ഓർത്തിരുന്നോളാം, ഈ ഡബിൾ കട്ട് എന്ന് പറയുന്നത് എന്താണ്, ഫയലിന്റെ ഒരു ടൈപ്പാണ്. ഓക്കെ, പക്ഷെ സെക്കൻഡ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടിന്റെയും മീനിങ് സെയിം ആയിരിക്കും. പക്ഷെ എന്താണ്, സെക്കൻഡ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിന്റെ ഒരു ഗ്രേഡ് ആണ് എന്നുള്ളത് ഓർത്തിരുന്നോളാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോരുത്. സെക്കൻഡ് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിന്റെ ഗ്രേഡ് ആണ്. ഡബിൾ കട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഫയലാണ്. ഓക്കെ, സോ ഒരു മാറിപ്പോവാവുന്ന, ഒരു നെഗറ്റീവ് മാർക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നൗ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഈസ് യൂസ്ഡ് ഇൻ ഷാങ്ക് ഓഫ് ട്വിസ്റ്റ് ഡ്രിൽ ആൻഡ് റീമേഴ്സ്. ഈ ട്വിസ്റ്റ് ഡ്രില്ലിലും അതുപോലെ തന്നെ റീമേഴ്സിലും, അല്ലെങ്കിൽ ട്വിസ്റ്റ് ഡ്രില്ലിന്റെ ഷാങ്കിലും റീമേഴ്സിന്റെ ഷാങ്കിലും ഉപയോഗിക്കുന്ന ടേപ്പർ ഏതാണ്? മോസ് ടേപ്പർ, ബ്രൗൺ ആൻഡ് ഷാർപ്പ് ടേപ്പർ, മെട്രിക് ടേപ്പർ, ജാർനോ ടേപ്പർ. ഏതാണ്? യെസ്. നിങ്ങളിപ്പോ ഈ ടേപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മോസ് ടേപ്പർ ഉണ്ടെങ്കിൽ, ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എപ്പോൾ വേണമെങ്കിലും ഈ മോസ് ടേപ്പർ കുത്താൻ പറ്റും. കാരണം ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും, ഈ മോസ് ടേപ്പർ ആയിരിക്കും. അതായത് നമ്മൾ ജനറലി എല്ലാ ഇടത്തും ഉപയോഗിക്കുന്ന ഒരു ടേപ്പർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ് ടേപ്പർ ആണ്. ലേത്തിന്റെ സ്പിൻഡില്, അതുപോലെ ട്വിസ്റ്റ് ഡ്രില്ല്, റീമറിന്റെ ഷാങ്ക്, ഇവിടെയൊക്കെ എന്താണ്, ഈ മോസ് ടേപ്പർ ആണ് ഉപയോഗിക്കുന്നത്. വിച്ച് ടേപ്പർ ഈസ് ജനറലി യൂസ്ഡ് ഇൻ എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, മോസ് ടേപ്പർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഈ ടേപ്പറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ ഈ മോസ് ടേപ്പർ ആയിരിക്കും. ഓക്കെ, സോ മോസ് ടേപ്പർ ആണ് ഈ ട്വിസ്റ്റ് ഡ്രില്ലിന്റെ ഷാങ്കിലും റീമേഴ്സിന്റെ ഷാങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ മോസ് ടേപ്പറിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് പറയാം. മോസ് ടേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ MT എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്.
MT, മോഴ്സ് ടേപ്പർ. ഓക്കെ, ഇനി ഇതൊരു സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ ആണ്. ചിലപ്പോൾ ചോദിക്കാം, ഇതൊരു ചോദിച്ചിട്ടില്ല. മോഴ്സ് ടേപ്പർ എന്ന് പറയുന്ന ഒരു സെൽഫ് ഹോൾഡിംഗ് ടേപ്പർ ആണ്. പിന്നെ ആപ്ലിക്കേഷൻസ് ആണ് സാധാരണ ചോദിക്കുന്നത്. ലെയ്ത്തിന്റെ സ്പിൻഡില് ഉപയോഗിക്കുന്നുണ്ട്. ലെയ്ത്തിന്റെ സ്പിൻഡില് മോഴ്സ് ടേപ്പർ ആണ് ഉപയോഗിക്കുന്നത്. ഡ്രില്ലിംഗ് മെഷീനിൽ മോഴ്സ് ടേപ്പർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റീമർ, അല്ലെ, എല്ലായിടത്തും നമ്മൾ മോഴ്സ് ടേപ്പർ ഉപയോഗിക്കുന്നു. ഇനി ഈ മോഴ്സ് ടേപ്പറിന്റെ സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്: MT0 to MT7. നമുക്ക് ഇത്രയും സൈസിൽ മോഴ്സ് ടേപ്പർ അവൈലബിൾ ആണ്. ഇത് നോർത്തിരുന്നോളം ചോദിച്ചിട്ടുണ്ട്. MT0 to MT7. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് MT0 to MT5 വരെയാണ്. സാധാരണ നമ്മുടെ മെഷീൻ ടൂളിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ടേപ്പർ എന്ന് പറയുന്നത് MT0 മുതൽ MT5 വരെയാണ്. സോ ഈ രണ്ട് ക്വസ്റ്റ്യനും പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മോഴ്സ് ടേപ്പറിന്റെ സാധാരണ ഉപയോഗിക്കുന്ന റേഞ്ച് MT0 മുതൽ MT5 വരെയാണ്. ഓക്കെ, ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ മോഴ്സ് ടേപ്പറിന്റെ ഈ ടേപ്പർ ആംഗിൾ എന്ന് പറയുന്നത് 3 ഡിഗ്രിയാണ്. ചോദിച്ചിട്ടില്ല, മേബി ചോദിക്കാൻ സാധ്യതയുണ്ട്. മോഴ്സ് ടേപ്പറിന്റെ ടേപ്പർ ആംഗിൾ എന്ന് പറയുന്നത് 3 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഇത്രയും ഓർത്തിരുന്നുള്ള മോഴ്സ് ടേപ്പർ അത് സെൽഫ് ഹോൾഡിംഗ് ടൈപ്പ് ടേപ്പർ ആണ്. ലെയ്ത്തിന്റെ സ്പിൻഡിൽ ഉപയോഗിക്കുന്നു, ഡ്രില്ലിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നു, റീമറിൽ ഉപയോഗിക്കുന്നു. അതിന്റെ സൈസ് വരുന്നത് MT0 മുതൽ MT7 വരെയാണ്. അതുപോലെ തന്നെ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് MT0 മുതൽ MT5 വരെയാണ്. ചിലപ്പോൾ MT0 to MT4 എന്ന് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് കുത്തിയാലും മതി കേട്ടോ. ചിലപ്പോൾ ഇതായിരിക്കും ഓപ്ഷൻ, ചിലപ്പോൾ ഇതായിരിക്കും ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ വന്നാലും ഇത് ശരിയായിട്ടുള്ള ഒരു ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. What type of standard taper is used on external taper of lathe spindle nose where chuck or face plate is mounted? ലെയ്ത്തിന്റെ സ്പിൻഡില് ഉപയോഗിക്കുന്ന ടേപ്പർ ഏതാണ്? ഞാൻ പറഞ്ഞു ടേപ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഴ്സ് ടേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഴ്സ് ടേപ്പർ തന്നെ ആൻസർ ചെയ്യാം. ഓക്കെ, സോ മോഴ്സ് ടേപ്പർ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് സ്റ്റാൻഡേർഡ് ടേപ്പർ ഇൻ ഇൻഡസ്ട്രീസ്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ടേപ്പർ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് മോഴ്സ് ടേപ്പർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദി ടേപ്പർ റേഷ്യോ ഫോർ എ ടേപ്പർ ലെങ്ത് ഓഫ് 18 യൂണിറ്റ്സ്? ടേപ്പർ ലെങ്ത് ഓഫ് 18 യൂണിറ്റ്സ് ആൻഡ് ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഈസ് 1 യൂണിറ്റ്. What is the taper ratio for a taper length of 18 units and a difference in diameter 1 unit? Answer പറഞ്ഞേ. ടേപ്പറിന്റെ ലെങ്ത് എന്നേക്കുമാണ് 18, ഡിഫറൻസ് ഇൻ ഡയമീറ്റർ എന്നേക്കുമാണ് 1. What is the taper ratio? 2:18, 1:18, 1:20, 3:9. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സോ നോക്കാം. ഓക്കെ, നോക്കാം. നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, ടേപ്പർ ലെങ്ത് 18 യൂണിറ്റ്സ്. അപ്പൊ ടേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ഒന്നല്ലേ കൂടുന്നു അല്ലെ കുറയുന്നു, അതിനാണ് നമ്മൾ ടേപ്പർ എന്ന് പറയുന്നത്. ഡയമീറ്റർ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു. ജസ്റ്റ് ഞാൻ ഒന്ന് വരയ്ക്കാം. ഇതൊരു ടേപ്പർ ആണ് അല്ലെ? ക്വസ്റ്റ്യൻ തന്നേക്കുവാണ് എന്താണ് ലെങ്ത്, ടേപ്പറിന്റെ ലെങ്ത് തന്നേക്കുവാണ്. ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് 18 ആണ്. ഡിഫറൻസ് ഇൻ ഡയമീറ്റർ തന്നേക്കുവാണ്. ഇവിടുത്തെ ഡയമീറ്റർ നമ്മൾ ഡിഫറൻസ് 1 ആണ്. ഓക്കെ, ഇവിടുത്തെ ഡയമീറ്റർ സപ്പോസ് ഒരു 9 ആണെങ്കിൽ ഇവിടുത്തെ ഡയമീറ്റർ എന്താണ്? 8 ആണ്. വാട്ട് ഈസ് ദി ടേപ്പർ റേഷ്യോ എന്ന് വെച്ചാൽ
നമ്മൾ ടേപ്പർ റേഷ്യോ പറയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം, ചെറിയ ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ലെങ്ത് ആയിരിക്കും, ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ആയിരിക്കണം ഫസ്റ്റ് ലെങ്ത്, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. സോ എന്ത് വരും, ഇവിടെ 1 വരും. ടേപ്പർ ലെങ്ത് തന്നേണ്ട എത്രയാണ്, 18 ആണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്, 1:18 ആണ്. 1:18. ഓക്കെ. സോ 18:1 എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. 1:18 തന്നെയാണ് എഴുതേണ്ടത്. 1:18. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ചൂസ് ദി ഡയറക്ഷൻ ഓഫ് ടൂൾ മൂവ്മെന്റ്. Choose the direction of tool movement with reference to the lathe axis in tailstock setover method. Choose the direction of tool movement with reference to the lathe axis in tailstock setover method. ഈ tailstock setover മെത്തേഡിൽ നമ്മുടെ ടൂൾ മൂവ്മെന്റ് ഈ ലേത്ത് ആക്സിസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ്? inclined at a required angle, perpendicular, parallel, none of the above. ആൻസർ പറയാൻ പറ്റുമോ? പാരലൽ ആണ് അല്ലെ, പാരലൽ. അതായത് ടൈൽസ്റ്റോക്ക് സെറ്റ് ഓവർ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ടൈൽസ്റ്റോക്ക് എന്ത് ചെയ്യും, ടൈൽസ്റ്റോക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് വർക്കറുടെ അടുത്തേക്കോ അല്ലെങ്കിൽ വർക്കറിൽ നിന്ന് അപ്പർ സൈഡിലേക്കോ മൂവ് ചെയ്ത് വെക്കും, ടൈൽസ്റ്റോക്ക് മാത്രം. ടൂൾ എപ്പോഴും മൂവ് ചെയ്യുന്നത് എന്താണ്, പാരലൽ ടു ലേത്ത് ആക്സിസ് ആണ്. ലേത്തിന്റെ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ടൂൾ മൂവ് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ എന്താണ് ടൈൽ സ്റ്റോക്ക് മാത്രം എന്ത് ചെയ്യും, നമ്മൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക്, ഒന്നല്ലെങ്കിൽ ഓപ്പറേറ്ററിന്റെ സെയിം സൈഡിലേക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ ഒന്ന് മാറ്റി വെക്കും. ടൂൾ എപ്പോഴും മൂവ് ചെയ്യുന്നത് പാരലൽ ടു ദി എക്സ് ആക്സിസ് ആണ്, പാരലൽ ടു ദി ലേത്ത് ആക്സിസ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ സി ആണ്, പാരലൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി amount of taper. Find the amount of taper for a length of 100 mm. Find the amount of taper for a length of 100 mm if the big diameter is 75 mm and a small diameter is 65 mm. Find the amount of taper for a length of 100 mm. For a length of 100 mm if the big diameter is 75 mm and small diameter is 65 mm. പറഞ്ഞേ. Two is to 20, 1 is to 0, 1 is to 4, 10 is to 1. നമുക്ക് എന്താ ടേപ്പർ ലെങ്ത് തന്നെയുണ്ടല്ലേ, ഞാൻ ആദ്യം പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ടേപ്പർ ലെങ്ത് തന്നെയുണ്ട് 100 ആണ്. ബിഗ് ഡയമീറ്റർ 75 mm ആണ്. സ്മോൾ ഡയമീറ്റർ എത്രയാണ്, 65 mm ആണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും, 10 വരും. ഡിഫറൻസ് 10 വരും. ദെൻ 10 is to 100 ആണ് നമ്മുടെ എന്ത്, നമ്മുടെ ടേപ്പർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടേപ്പർ റേഷ്യോ എന്ന് പറയുന്നത് 10 is to 100. 10 is to 100 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 is to 10 ആണ്. 1 is to 10. 1 is to 10. 1 is to 10 ഓപ്ഷനിൽ ഉണ്ടോ നോക്കിയേ. ഓപ്ഷനിൽ 10 is to 1 ഉണ്ട്. 10 is to 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് 10 is to 1ലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ആൻസർ ചെയ്യും. പക്ഷെ തെറ്റാണ്. 1 is to 10 ആണ് കറക്റ്റ് ആൻസർ. സോ 1 is to 10 ഓപ്ഷനിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് നോക്കും, ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള റേഷ്യോ വേറെ ഉണ്ടോ നോക്കും. 1 is to 10 ഇവിടെ നോക്കിയേ, 2 is to 20 ഉണ്ട്. 2 is to 20 അതെങ്ങനെയാ, രണ്ടിനെ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 2 is to 20. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 2 is to 20 ആണ്. 2 is to 20. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും, തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ടേപ്പറുമായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല എങ്കിൽ, ടേപ്പർ റേഷ്യോ എന്താണെന്നുള്ളതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആദ്യം ടേപ്പർ ലെങ്ത് എഴുതിയിട്ട് ദെൻ ഡിഫറൻസ് ഓഫ് ഡയമീറ്റർ എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്ന് ഓർത്തിരുന്നോളാം. ടേപ്പർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് ഇൻ ഡയമീറ്റർ എഴുതണം, ദെൻ എന്ത് എഴുതണം, ലെങ്ത് എഴുതിക്കൊള്ളണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
ഒരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരള PSCക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സോ ഡിറ്റർമൈൻ ദി എമൗണ്ട് ഓഫ് Tailstock setover. Determine the amount of Tailstock setover required to turn a taper. Required to turn a taper through 40 mm length. Through 40 mm length from a rod of diameter 30 mm. From a rod of diameter 30 mm and 80 mm length. Keeping the big diameter 25 mm and small diameter 20 mm. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു റോഡ് ഉണ്ട് അല്ലെ? ആ റോഡിന്റെ ഡയമീറ്റർ തന്നേക്കുവാണ്. എത്രയാണ്? 30 mm. ഡയമീറ്റർ തന്നേക്കുവാണ് 30 mm. 30 mm ആണ് റോഡിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ആ റോഡിന്റെ ലെങ്ത് എത്രയാണ്? 80 mm ആണ്. ഓക്കെ, 80 mm. സോ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടേപ്പർ ക്രിയേറ്റ് ചെയ്യണം. എത്ര ലെങ്തിലാണ്? 40 mm ലെങ്തിൽ അല്ലെ? ടേപ്പറിന്റെ ലെങ്ത് എത്രയാണ്? 40 mm ആണ് അല്ലെ? 40 mm. ഇനി ടേപ്പർ ഉള്ള ഭാഗത്ത് ഉള്ള ബിഗ് ഡയമീറ്റർ എത്രയാണ്? 25 mm ആണ്. സ്മോൾ ഡയമീറ്റർ എത്രയാണ്? 20 mm ആണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഒരു സിലിണ്ടറിക്കൽ റോഡ് ഉണ്ട്. അതിന്റെ ഡയമീറ്റർ 30 mm ആണ്. അതിന്റെ ലെങ്ത് 80 mm ആണ്. പിന്നെന്താ? അതിൽ നമ്മളൊരു ടേപ്പർ ക്രിയേറ്റ് ചെയ്യാണ്. ആ ടേപ്പറിന്റെ ലെങ്ത് എത്രയാണ്? 40 mm. ടേപ്പർ ഉള്ള ഭാഗത്തുള്ള ബിഗ് ഡയമീറ്റർ എത്രയാണ്? 25. സ്മോൾ ഡയമീറ്റർ എത്രയാണ്? 20. ജസ്റ്റ് ഒരു ഫിഗർ വെച്ച് അങ്ങനെ വരും. നമ്മുടെ ഒരു സിലിണ്ടറിക്കൽ പീസ്, അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 30 mm ആണ്. നമ്മൾ അതിന്റെ 80 mm ലെങ്തില് എന്താണ്? കുറച്ച് ഭാഗത്ത് മാത്രം ഒരു ടേപ്പർ ക്രിയേറ്റ് ചെയ്യാണ്. ടേപ്പർ ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ? സോ ബിഗ് എൻഡിന്റെ ഡയമീറ്റർ എത്രയാണ്? 25 ആണ്. സ്മോൾ എൻഡിന്റെ ഡയമീറ്റർ എത്രയാണ്? 20 ആണ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദി ബാർ എന്ന് പറയുന്നത് 80 ആണ്. ടേപ്പർ ഉള്ള ഭാഗത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 40 ആണ്. ഓക്കെ, എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവർ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ തിയറി ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവറിൽ ഒരു ഫോർമുല ഉണ്ട്. ഈ ഒരു ഫോർമുല മാത്രമാണ് ഇവിടുന്ന് ഉള്ളൂ. പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമുലയുടെ ബേസിൽ മാത്രമേ ചോദിക്കുള്ളൂ. എന്താണ്? ടാൻ ഓഫ്, ഇവിടെ എഴുതാം, ടാൻ ഓഫ് α/2. ഇതെന്താണ്? ഇൻക്ലൂഡഡ് ആംഗിളിന്റെ പകുതി, ടേപ്പർ ആംഗിളിന്റെ പകുതി. അതായത് ഇവിടുന്ന് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്, ഈ ലൈൻ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. എന്താണ്? മൊത്തം കൂടി എന്ത് പറയും? ആൽഫ എന്ന് പറയും. ചിലപ്പോൾ തീറ്റ എന്ന് വിളിക്കും. ഈ ആംഗിൾ മൊത്തം എന്താണ്? ആൽഫ. സോ അതിന്റെ പകുതിയാണ് α/2. സോ ടാൻ ഓഫ് α/2. ചില സമയത്ത് ഈ പകുതി ആംഗിൾ നമ്മൾ എന്ത് ചെയ്യും? ടാൻ എന്ന് വിളിക്കും കേട്ടോ. സംടൈംസ് ഈ ഹാഫ് ഓഫ് ദി ആംഗിൾ നമ്മൾ എന്ത് ചെയ്യും? ടാൻ എന്ന് വിളിക്കാറുണ്ട്. സോറി, ടാൻ അല്ല, ആൽഫ എന്ന് വിളിക്കാറുണ്ട്. ആൽഫ. ഓക്കെ, സോ അത് എങ്ങനെയാണല്ലോ റെപ്രസെന്റ് ചെയ്യാം. സോ ഞാൻ പകുതിയാന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ α/2 എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ടാൻ ഓഫ് α/2 is equal to എന്താണ്? സെറ്റ് ഓവർ. എന്തുമാത്രം സെറ്റ് ഓവർ ചെയ്യുന്നുണ്ട്? ഡിവൈഡഡ് ബൈ ടോട്ടൽ ലെങ്ത്. അതായത് ടേപ്പർ ഉള്ള ഭാഗവും അല്ലാത്ത ഭാഗവും ഉൾപ്പെടുന്ന ടോട്ടൽ ലെങ്ത്. അതാണ് ടാൻ α/2 ഈക്വൽ ടു ലാർജ് ഡയമീറ്റർ മൈനസ് സ്മോൾ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടേപ്പർ ലെങ്ത്. ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷൻ അങ്ങനെ വന്നേന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു 1 hour ക്ലാസ് ആയതുകൊണ്ട് ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ചെറിയൊരു സിമ്പിൾ ഡെറിവേഷൻ വഴി നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും.
സോ ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചോണം. ടേപ്പർ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ടാൻ ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു h/L ആണ്. h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓവർ, എന്ത് മാത്രം ടൈൽ സ്റ്റോക്ക് മാറ്റി വെക്കണം എന്നുള്ളത്. L എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഈക്വൽ ടു എന്താണ് d മൈനസ് d ഡിവൈഡ് ബൈ 2 ഇൻറ്റു L. d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ഡയമീറ്റർ, സ്മോൾ ഡയമീറ്റർ, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പർ ലെങ്ത്. അപ്പൊ നമുക്കിവിടെ ഒരു 30 mm തന്നിട്ടുണ്ട്. ഈ 30 mm ആവശ്യം നമുക്കില്ല. കാരണം എന്താണ് 30 mm എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ റോഡിന്റെ ഡയമീറ്റർ ആണ്. ഈ ഡയമീറ്റർ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. സോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവർ എത്രയാണ് കണ്ടുപിടിക്കണം അല്ലെ? ടൈൽ സ്റ്റോക്ക് സെറ്റ് ഓവർ എത്രയാണ് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഈ രണ്ട് റിലേഷൻ വെച്ചിട്ട് അല്ലെ, ഈ രണ്ട് റിലേഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓവർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഈ രണ്ട് റിലേഷൻ വെച്ചിട്ട് നമുക്ക് എച്ചിന്റെ ഇക്വേഷൻ എഴുതാൻ പാടില്ലേ? എച്ചിന്റെ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ എങ്ങനെ വരും? എച്ച് ഈസ് ഈക്വൽ ടു ഡി മൈനസ് ഡി ഇൻറ്റു എന്താണ് ക്യാപിറ്റൽ എൽ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്മോൾ എൽ എന്ന് വരും. ഡി മൈനസ് ഡി ഇൻറ്റു ക്യാപിറ്റൽ എ ഡിവൈഡഡ് ബൈ സ്മോൾ ഇൻറ്റു 2 ഇൻറ്റു സ്മോൾ എൽ. സോ ഡി മൈനസ് ഡി എത്രയാണ്? ഡയമീറ്റർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? സ്മോൾ ഡയമീറ്റർ 20 ആണ്, ബിഗ് ഡയമീറ്റർ 25 ആണ്. സോ ഡി മൈനസ് ഡി എന്ന് പറയുന്നത് 5 വരും. 5 ഇൻറ്റു ടോട്ടൽ ലെങ്ത് എത്രയാണ്? ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 80 ആണ്, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടേപ്പർ ലെങ്ത് എത്രയാണ്? 40 ആണ് അല്ലെ? സോ 18 2 ഇൻറ്റു 14 ക്യാൻസൽ ആയി പോകും. സോ ആൻസർ എന്താണ്? 5 എന്ന് വരും. 5. സോ നോക്കി 5 mm. സോ നമ്മുടെ സെറ്റ് ഓവർ എന്ന് പറയുന്നത് 5 mm ആണ്. 5 mm. ഓക്കെ. സോ ടേപ്പർ ടേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഒരു പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ളത് ഇവിടെ നിന്നാണ്. ഈ ഒരു ഒറ്റ ഇക്വേഷൻ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം ആൻസർ ചെയ്യാൻ പറ്റും. ചില സമയത്ത് നിങ്ങൾക്ക് ടേപ്പർ ആംഗിൾ ചോദിക്കും. സെറ്റ് ഓവറും ടോട്ടൽ ലെങ്തും വന്നിട്ട് ടേപ്പർ ആംഗിൾ ചോദിക്കും. ഓക്കെ, ഈ ആൽഫബൈറ്റിന്റെ വാല്യൂ എത്രയാണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഡയമീറ്റേഴ്സ് തന്നെയുണ്ടാവും, നമ്മുടെ ടേപ്പർ ലെങ്ത് തന്നെയുണ്ടാവും, ആംഗിൾ ചോദിക്കും, അല്ലെങ്കിൽ ഡയമീറ്റേഴ്സ് ചോദിക്കും. അങ്ങനെ ഇതിൽ നിന്നുള്ള ഏത് പാരാമീറ്റർ ആണെങ്കിലും ചോദിക്കാം. സോ ഒരു ഒറ്റ ഇക്വേഷൻ കാണാതെ പിടിച്ചാൽ മതി. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടേപ്പർ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സോ അതിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. സെറ്റ് ഓവർ എന്ന് പറയുന്നത് എന്താണ്? ഡി മൈനസ് ഡി ഇൻറ്റു എൽ ബൈ 2L ആണ്. ഡി മൈനസ് ഡി ഇൻറ്റു എൽ ബൈ 2L. ഈ ഇക്വേഷൻ അങ്ങനെ വന്നതെന്നുള്ളത് അറിയാലോ. എന്താണ്? ഞാൻ എച്ചിന് പകരം ഇവിടെ എസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇക്വേഷൻ കേട്ടോ. ഞാൻ അപ്പുറം പ്രോബ്ലം ചെയ്തപ്പോൾ എച്ച് എന്ന് എഴുതി, ഇവിടെ എന്ത് തോന്നുന്നു? എസ് എന്ന് തോന്നുന്നു. സോ ഡി മൈനസ് ഡി ഇൻറ്റു എൽ ബൈ 2 ഇൻറ്റു എൽ എന്ന ആൻസർ ഇതിന്റെ ഇക്വേഷൻ വരും. ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ഓവർ കാണാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Find the angle of compound rest to be swiveled while turning a taper of big diameter 60 mm and a small diameter 20 mm and length of 20 mm. So നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടേപ്പർ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കുന്നതിന് പകരം find the angle of compound rest to be swivel എന്ന് വയ്ക്കാം. ഈ കോമ്പൗണ്ട് റെസ്റ്റ് എന്തുമാത്രം ആംഗിളില് തിരിയണം എന്ന് ചോദിക്കാം. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡയറക്ട്ലി നമ്മുടെ ടേപ്പർ ആംഗിൾ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടേപ്പർ ആംഗിൾ. സോ ഇതിന്റെ ആൻസർ എന്ത് വരും? അതായത് ആൽഫബൈറ്റുവിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. ടേപ്പർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബൈറ്റു ആണ് കേട്ടോ. അതായത് നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കരുത്. ടേപ്പർ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫയായിട്ട് തെറ്റിദ്ധരിക്കരുത്. ടേപ്പർ ആംഗിൾ നമ്മൾ ആൽഫ/2 എന്ന് പറയും. ചില സമയത്ത് നമ്മൾ എന്താണ് ആ ഹാഫ് ഓഫ് ദി ടേപ്പർ ആംഗിളിന് ആൽഫ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ ടേപ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ടേപ്പർ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആംഗിൾ ഇട്ടൂടെ. ഓക്കെ, സോ ചിലപ്പോൾ ചില ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ ചില ക്ലാസ്സുകളിൽ നമ്മൾ ഈ ആംഗിളിന് ആൽഫ എന്ന് പറയും. ഇതാണ് ടേപ്പർ ആംഗിൾ കേട്ടോ. ചിലപ്പോഴൊക്കെ ആൽഫ/2 എന്നും പറയും. സോ ഈ ഇൻക്ലൂഡഡ് ആംഗിളിന്റെ പകുതിയാണ് നമ്മുടെ ടേപ്പർ ആംഗിൾ എന്നുള്ളത് ഓർത്തിരുന്നത്.
സോ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിഗ് ഡയമീറ്റർ 60 mm ആണ്, സ്മോൾ ഡയമീറ്റർ എത്രയാണ്? 20 mm ആണ്. ടേപ്പർ ലെങ്ത് വന്നിട്ടുണ്ട് 20 mm. സോ നമുക്ക് റിലേഷൻ അറിയാലോ, ടാൻ ആൽഫ ബൈ 2 ടാൻ ആൽഫ ബൈ 2 ഈക്വൽ ടു എന്താണ്? h ബൈ l ഈക്വൽ ടു എന്താണ്? d മൈനസ് d ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു l ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യണം, ഈ രണ്ട് കാര്യങ്ങൾ. അതായത് ടാൻ ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു ടാൻ ആൽഫ ബൈ 2 ഇസ് ഈക്വൽ ടു ലാർജ് ഡയമീറ്റർ എത്രയാണ്? 20 ആണ്, സോറി 60 ആണ്, സ്മോൾ ഡയമീറ്റർ 20 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 60 മൈനസ് 20 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു പേപ്പർ ലെങ്ത് എത്രയാണ്? 20 ആണ്. സോ ടാൻ ആൽഫ ബൈ 2 ഈക്വൽ ടു എന്ത് വരും? 40 ബൈ 40 എന്ന് വരും, ഈക്വൽ ടു 1 എന്ന് വരും. ടാൻ ആൽഫ ബൈ 2 എന്താണ്? 1 ആണ്. സോ ടാനിന്റെ വാല്യൂ എത്രയാകുമ്പോഴാണ് 1 വരുന്നത്? ടാനിന്റെ വാല്യൂ ഏത് ആംഗിൾ വരുമ്പോഴാണ് 1 വരുന്നത്? 45 ഡിഗ്രി ആകുമ്പോഴാണ് അല്ലെ. ടാൻ 45ന്റെ വാല്യൂ ആണ് എന്ത്? 1 എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി 45. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ, ഈ പ്രോബ്ലം. അതായത് ഈ പേപ്പർ റിട്ടേണിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്നല്ലെങ്കിൽ ആംഗിൾ ചോദിക്കാം, അല്ലെങ്കിൽ പറയുന്ന സെറ്റ് ഓവർ എത്രയെന്ന് ചോദിക്കാം. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട റിലേഷൻ ആണിത്. ടാൻ ആൽഫ ബൈ 2 ഈക്വൽ ടു h ബൈ l ഈക്വൽ ടു d മൈനസ് d ബൈ 2l. ഇങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദി എൻഡ് ഓഫ് ട്വിസ്റ്റ് ഡ്രിൽ ബിറ്റ് ഷേപ്പ് ഈസ്. ട്വിസ്റ്റ് ഡ്രിൽ ബിറ്റിന്റെ ഷേപ്പ്, ഡ്രിൽ ബിറ്റിന്റെ എൻഡിന്റെ ഷേപ്പ് എന്താണ്? ഫ്ലാറ്റ്, റൗണ്ട്, കോണിക്കൽ, സ്ട്രെയിറ്റ്. കോണിക്കൽ കറക്റ്റ് ആൻസർ ആണ്, കോണിക്കൽ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം, ഈ ട്വിസ്റ്റ് ഡ്രില്ലിന് പകരം നിങ്ങൾക്കൂടെ എൻഡ് മിൽ എന്നേക്കുക. എൻഡ് മിൽ എന്ന് പറഞ്ഞ ഒരു മില്ലിംഗ് കട്ടറാണ് ആക്ച്വലി. അത് ആക്ച്വലി നമ്മൾ ഈ ഡ്രിൽ ബിറ്റ് പോലെ തന്നെ ഇരിക്കും. എൻഡ് മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിൽ ബിറ്റ് പോലെ തന്നെ ഇരിക്കും, പക്ഷെ അത് മില്ലിംഗ് കട്ടറാണ് ആക്ച്വലി. അതിന്റെ എൻഡ് എന്ന് പറയുന്നത് എന്താ? ഫ്ലാറ്റാ. ട്വിസ്റ്റ് ഡ്രില്ലിന്റെ എൻഡ് എന്ന് പറയുന്നത്, ആ ഡ്രിൽ ബിറ്റിന്റെ എൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കോണിക്കൽ ഷേപ്പിലിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡ്രിൽ ബിറ്റ് ഇരിക്കുന്നത്. എൻഡ് മില്ലാണെങ്കിൽ, എൻഡ് മിൽ ഒരു ടൈപ്പ് ഓഫ് മില്ലിംഗ് കട്ടറാണ് എൻഡ് മിൽ എന്ന് പറയുന്നത്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്വിസ്റ്റ് ഡ്രിൽ ബിറ്റ് പോലെ തന്നെയാണ്, പക്ഷെ അതിന്റെ എൻഡ് എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും. അപ്പൊ അത് മാർക്ക് വരുത്, നെഗറ്റീവ് മാർക്ക് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻഡ് മില്ലാണെങ്കിൽ അതിന്റെ എൻഡ് ഫ്ലാറ്റ് ആയിരിക്കും, ഡ്രിൽ ബിറ്റ് ആണെങ്കിൽ അതിന്റെ എന്തായിരിക്കും? കോണിക്കലായിരിക്കും. ഓക്കെ. സോ നമ്മൾ ഈ ഡ്രിൽ ബിറ്റിന്റെ നോമൻക്ലേച്ചർ ചോദിക്കാറുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളും നോക്കി. ഇവിടെ മാർജിൻ കണ്ടോ, മാർജിൻ. ഇപ്പൊ ഈ നോമൻക്ലേച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മാർജിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ റിബ് പോലെയുള്ള ഭാഗത്തിന് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ലാൻഡ് എന്ന് പറയും, ലാൻഡ്. സോ ഈ ലാൻഡിന്റെ പിന്നെ ഇതിന്റെ ഈ കുഴിയുള്ള ഭാഗം, കുഴി പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടോ, ഇതാണ് എന്ത്? ഫ്ലൂട്ട്. ഈ നമ്മുടെ ചിപ്സ് ഒക്കെ ഈസി പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് ഈ ഫ്ലൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഫ്ലൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ പ്രീവിയസ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഫ്ലൂട്ടിന്റെയും ലാൻഡിന്റെയും ഈ ജോയിനിങ് പാർട്ടാണ് എന്ത്? മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ ഈ ഡ്രിൽ ബിറ്റ് ഒക്കെ അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഒരു സിലിണ്ടറിക്കലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പോർഷൻ കാണാൻ പറ്റും. അപ്പൊ മാർജിൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സിലിണ്ടറിക്കലി ഗ്രൗണ്ടഡ് പോർഷൻ എന്ന് പറയുന്നത്. സിലിണ്ടറിക്കലി ഗ്രൗണ്ടഡ് പോർഷൻ ഇങ്ങനെ തന്നെ എക്സാം ചോദിക്കാറുണ്ട്. ഓക്കെ, ബിറ്റ്വീൻ ദി ലാൻഡ് ആൻഡ് ഫ്ലൂട്ട്, അതാണ് എന്ത്? മാർജിൻ എന്ന് പറയുന്നത്. മാർജിൻ. ഓക്കെ, ഈ ഭാഗത്ത് നമ്മൾ എന്താ പറയും? ചിസൽ എഡ്ജ് എന്ന് പറയും. ചിസൽ എഡ്ജ്, എന്റെ എൻഡിലുള്ള ഒരു കൂർത്ത ഒരു എഡ്ജ് ഇവിടെ ഉണ്ട്, ചിസൽ എഡ്ജ്. ഓക്കെ, ആ ചിസൽ എഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ വെബിന്റെ തിക്നെസ് ആയിരിക്കും, അല്ലെങ്കിൽ കോറിന്റെ തിക്നെസ് തന്നെയായിരിക്കും.
നമ്മൾ ഇതിനെ നമ്മൾ ലിപ്പ് എന്ന് പറയും. ഇവിടെയുള്ള ഈ എഡ്ജിന് ലിപ്പ്. ഓക്കെ, ലിപ്പ്. നമ്മൾ ഈ പുറം ഭാഗത്തിന് നമ്മൾ ലാൻഡ് എന്ന് പറയും. ലാൻഡ്. ഇവിടെ നമ്മൾ ഓർത്തിട്ടുണ്ട് മാർജിൻ, ഇതാണ് മാർജിൻ. ഈ ഭാഗത്തിന് ഫൂട്ട് എന്ന് പറയും. പിന്നെ ഈ പുറത്തുള്ള ഭാഗത്തിന് നമ്മൾ ഇതൊക്കെ ലാൻഡ് ആണ്. ഈ ഭാഗത്തിന് ലാൻഡ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഇവിടെയാണ് എന്ത് ഷാങ്ക് വരുന്നത്. ഷാങ്ക്. ഈ ഷാങ്ക് അതിനൊരു ടേപ്പർ ഉണ്ടാവും സാധാരണ. ചിലപ്പോൾ ഇത് ഫ്ലാറ്റ് ആയിരിക്കും, പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും ടേപ്പർ ആയിരിക്കും. ടേപ്പർ ആണെങ്കിൽ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ടേപ്പർ ഏതാണ്? നമ്മുടെ മോഴ്സ് ടേപ്പർ ആണ്. മോഴ്സ് ടേപ്പർ. മോഴ്സ് ടേപ്പർ. സോ ഈ കാര്യങ്ങളൊക്കെ ഡ്രിൽ ബിറ്റുമായി ബന്ധപ്പെട്ട് ഓർത്തിരുന്നോളാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദി ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദി ടാപ്പ് ഡ്രിൽ സൈസ്? ടാപ്പ് ഡ്രിൽ സൈസ്. Drill size equal to tap size minus pitch. Drill size equal to 3 times of pitch. Drill size is equal to 2 times of pitch. Drill size is equal to 2 into tap size. Tap size minus pitch. Tap size minus pitch ആണ്. എന്താ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്? എന്താ ടാപ്പിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ക്വസ്റ്റ്യൻ? അത് ടാപ്പിംഗ് പ്രോസസ് ഇന്റേണൽ ത്രെഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ടാപ്പിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലൊരു ടാപ്പിംഗ് ടൂളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഇന്റേണൽ ത്രെഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, അതായത് നമുക്കൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിന്റെ അകത്ത് എന്ത് വേണം? ത്രെഡ് വേണം. അപ്പൊ അങ്ങനെ ഒരു ത്രെഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഹോൾ എന്ത് ചെയ്യണം? ഡ്രില്ല് ചെയ്യണം. ഹോൾ എന്ത് ചെയ്യണം? ഡ്രില്ല് ചെയ്യണം. ആ ഡ്രില്ല് ചെയ്യുന്ന ആ ഡ്രില്ലിന്റെ സൈസ് എത്രയാന്ന് വെച്ചിരിക്കുന്നത്? ഡ്രിൽ ബിറ്റിന്റെ സൈസ്. ഡ്രില്ല് ചെയ്യേണ്ട ആ ഡ്രിൽ ബിറ്റിന്റെ സൈസ് എത്രയാണ്? ആ സൈസ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടാപ്പിന്റെ സൈസ് എത്രയാണോ? ടാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡ്രില്ല് ചെയ്യും. നമുക്കൊരു ഹോൾ വേണമെങ്കിൽ, നമുക്ക് ഈ ഒരു സർഫസിൽ ഒരു ഹോൾ വേണം, ഒരു ത്രെഡഡ് ഹോൾ വേണം എന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? അവിടെ ഒരു ഹോൾ എന്ത് ചെയ്യും? നമ്മുടെ ഡ്രിൽ ബിറ്റ് വെച്ച് നമ്മൾ ഹോൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടാപ്പ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ത്രെഡ് ക്രിയേറ്റ് ചെയ്യും. ടാപ്പ് ഉപയോഗിച്ചിട്ട് ത്രെഡ് ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഡ്രിൽ ബിറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മുടെ ടാപ്പിന്റെ സൈസ് എത്രയാണോ, ടാപ്പിന്റെ സൈസ് എത്രയാണോ മൈനസ് പിച്ച് ഓഫ് ദി ത്രെഡ് ആയിരിക്കും. കേട്ടോ, ടാപ്പിന്റെ സൈസ് എത്രയാണോ മൈനസ് പിച്ച് ഓഫ് ദി ത്രെഡ് ആയിരിക്കും. ഇതൊരു ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം ചോദിക്കും. പ്രോബ്ലംസ് വെരി വെരി ഇമ്പോർട്ടന്റ് പ്രോബ്ലം. സോ ഒരു പ്രോബ്ലം ആണ്, സെയിം ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. ഫൈൻഡ് ദി ടാപ്പ് ഡ്രിൽ സൈസ്. ടാപ്പ് ഡ്രിൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലിന്റെ സൈസ് കണ്ടുപിടിക്കുക. ഇഫ് ദി മേജർ ഡയമീറ്റർ ഈസ് 10 mm ആൻഡ് ദി പിച്ച് ഈസ് 1.5 mm. എത്രയായിരിക്കും? 8.5 ആയിരിക്കും. ഓക്കെ, 8.5. സോ സംടൈംസ് നമുക്ക് മേജർ ഡയമീറ്റർ എന്നായിരിക്കും തരാം. നമ്മളോട് പഠിച്ച എന്താ? ടാപ്പ് സൈസ് എന്ന് പഠിച്ചത്. സോ ടാപ്പ് സൈസ് അല്ല, ടാപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ ടാപ്പിൻ സൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്ക്രൂ ത്രെഡിന്റെ മേജർ ഡയമീറ്റർ തന്നെയായിരിക്കും. അപ്പൊ ചിലപ്പോൾ മേജർ ഡയമീറ്റർ വരും, ചിലപ്പോൾ ടാപ്പ് സൈസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ടാവും. കേട്ടോ, അപ്പൊ കൺഫ്യൂഷൻ വേണ്ട. ചിലപ്പോൾ ടാപ്പ് സൈസ് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ മേജർ ഡയമീറ്റർ തന്നിട്ടുണ്ടാവുക. സോ എന്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്? 8.5 ആണ്. 8.5. എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. ദി പോയിന്റ് ആംഗിൾ ഓഫ് ജനറൽ പർപ്പസ് ഡ്രിൽ ഈസ്. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വെരി വെരി. ജനറൽ പർപ്പസ് ഡ്രില്ലിന്റെ പോയിന്റ് ആംഗിൾ എത്രയാണ്? 118 ആണ്. 118. എന്താ ഈ പോയിന്റ് ആംഗിൾ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡ്രിൽ ബിറ്റിന്റെ എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. ഡ്രിൽ ബിറ്റിന്റെ എൻഡ് എന്ന് പറയുന്നത് കോണിക്കൽ ഷേപ്പ് ആയിരിക്കും. സോ ആ കോണിക്കൽ ഷേപ്പിന്റെ ആംഗിൾ, ഈ ആംഗിൾ ആണത് പോയിന്റ് ആംഗിൾ. ഈ പോയിന്റിന്റെ ആംഗിൾ. സോ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഡ്രില്ലിന്റെയും ജനറൽ പർപ്പസ് ഡ്രിൽ എന്ന് പറയും, അതിന്റെ പോയിന്റ് ആംഗിൾ 118 ഡിഗ്രി ആണ്. ഓർത്തിരുന്നോളൂ, 118 ഡിഗ്രി. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഈ ഡ്രിൽ ബിറ്റുമായി ബന്ധപ്പെട്ടിട്ട്
എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ ആൻസർ ആയിട്ട് 118 ഉണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി കേസിൽ എന്തായിരിക്കും ആൻസർ 118 ആയിരിക്കും. സോ ഈ നമ്പർ ഓർത്തിരുന്നോണം. ഡ്രിൽ ബിറ്റിന്റെ പോയിന്റ് ആംഗിൾ 118 ഡിഗ്രി ആണ്. ഇത് പലപ്പോഴും പലതവണ കേരള PSC ചോദിച്ചിട്ടുണ്ട്, പലതവണ ചോദിച്ചിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ AE ലെവൽ എക്സാംസിനാണെങ്കിലും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ പോയിന്റ് ആംഗിൾ ഓഫ് ജനറൽ പർപ്പസ് ഡ്രിൽ ഈസ് 118 ഡിഗ്രി. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which of the following statement is are correct about the necessity of boring a hole? ഒരു ഹോള് ബോർ ചെയ്യാണ്, അതിന്റെ നെസസിറ്റി എന്താണ്? എന്തിനാണ് ഹോള് ബോർ ചെയ്യുന്നത്? എന്താണ് ബോറിംഗ് എന്ന് പറയുന്നത്? ബോറിംഗ്, നമ്മളൊരു ഹോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഹോളിന്റെ സൈസ് എത്രയാണോ അതിന് അനുസൃതമായിട്ടുള്ള ഒരു ഡ്രില്ല് എടുത്തിട്ട് ഡ്രില്ല് ചെയ്യല്ലേ ചെയ്യുന്നത്. നമുക്കൊരു ഹോള് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ആ ഹോളിന്റെ സൈസ് എത്രയാണോ അതിനേക്കാൾ ചെറിയൊരു ഡ്രില്ല് എടുത്തിട്ട് എന്ത് ചെയ്യും? ഡ്രില്ല് ചെയ്യും. ഫസ്റ്റ് ഹോൾ എന്ത് ചെയ്യും? ഡ്രില്ലിങ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ആ ആക്ച്വൽ സൈസ് എത്രയാണോ, നമ്മുടെ ഹോളിന്റെ ആക്ച്വൽ സൈസ് എത്രയാണോ ഏകദേശം ആ സൈസ് ഉള്ള ഒരു ടൂള്, ബോറിംഗ് ടൂൾ എന്ന് പറയും. ഡ്രിൽ ബിറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, ബോറിംഗ് ചെയ്യും. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ റീമർ ഉപയോഗിച്ച് എന്ത് ചെയ്യും? റീമിങ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഡ്രില്ല് ചെയ്തെടുക്കല്ലേ ചെയ്യുന്നത്. സോ ഡ്രില്ലിംഗ്, ബോറിംഗ്, റീമിങ്, ഈ ഓർഡർ ഓർത്തിരുന്നോളം ഇതും ചോദിക്കാറുണ്ട്. ഡ്രില്ലിംഗ്, റീമിംഗ്, ബോറിംഗ്, റീമിംഗ്. ഫസ്റ്റ് ഡ്രില്ല് ചെയ്യും, പിന്നെ ബോർ ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? റീം ചെയ്യും. ഇപ്പൊ എക്സാമിന് ചിലപ്പോൾ 1 വേർഡ് ചോദിക്കും, വാട്ട് ഈസ് ബോറിംഗ്? ബോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോളിനെ എൻലാർജ് ചെയ്യുന്ന പ്രോസസ് ആണ്. എൻലാർജ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഈ പറയുന്ന ബോറിംഗ്. റീമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ്. ഫിനിഷിംഗ്, കറക്റ്റ് സൈസ് കിട്ടാനുള്ള ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ് എന്ത്? റീമിംഗ്. നമ്മൾ റീമർ എന്ന് പറയുന്ന ടൂളൊക്കെ യൂസ് ചെയ്യും. സോ എന്തിനാണ് ഈ ബോറിംഗ് ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് ഈ ഡ്രില്ലിംഗ് ചെയ്താൽ പോരെ? നിലവിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോളിനെ എന്തിനാണ് എൻലാർജ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. സോ ഓപ്ഷൻസ് നോക്കിയാൽ, ടു ഒബ്റ്റെയിൻ കോൺസെൻട്രിസിറ്റി ഓഫ് ദി ഹോൾ, ടു ഒബ്റ്റെയിൻ റിജിഡിറ്റി ഓഫ് ഹോൾ, ടു റിമൂവ് എറർ ഫോംഡ് ബൈ ഡ്രില്ലിംഗ് ആൻഡ് ടു ഫെസിലിറ്റേറ്റ് ദി റീമിംഗ് ഓപ്പറേഷൻ. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി എബോവ് ആണ്. ഓൾ ഓഫ് ദി എബോവ്. അതായത് നമ്മൾ ഡയറക്റ്റ് ഡ്രില്ലിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മുടെ ഹോൾ ചിലപ്പോൾ കോൺസെൻട്രിക് അല്ലാതെ പോകും, അതിന്റെ സെന്റർ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ബോറിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഡ്രില്ലിങ് ചെയ്യുമ്പോൾ ചെറിയൊരു സെന്ററിലെ ചെറിയൊരു മിസ്മാച്ച് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോറിംഗ് ടൂൾ വെച്ച് എന്ത് ചെയ്യാം? അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ഹോളിന് അല്പം കൂടി റിജിഡിറ്റി ഉണ്ടാകും. ഓക്കെ. അതുപോലെ തന്നെ എന്താ, ഈ ഡ്രില്ലിംഗ് വഴിയുള്ള എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ റീമിംഗ് ഓപ്പറേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. കാരണം റീമിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ഫിനിഷിംഗ് ഓപ്പറേഷൻ ആണ്. അതിന് ഒരുപാട് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബോർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മെറ്റീരിയൽ എന്ത് ചെയ്താൽ മതി? റിമൂവ് ചെയ്താൽ മതി. സോ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദി ഓപ്പറേഷൻ ഓഫ് ബെവലിംഗ് ദി എൻഡ് ഓഫ് എ ഡ്രിൽഡ് ഹോൾ ഈസ് കോൾഡ്. പറയാൻ പറ്റുമോ? സ്പോട്ട് ഫേസിംഗ്, നെയർലിംഗ്, കൗണ്ടർ സിങ്കിങ്. എന്താണ്? കൗണ്ടർ സിങ്കിങ് ആണ് ആൻസർ. ഈ എല്ലാ ഓപ്പറേഷനും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഡെഫിനേഷൻ പഠിച്ചോളാം. എല്ലാ ഓപ്പറേഷനും, കൗണ്ടർ ബോറിംഗ് എന്താണ്, സ്പോട്ട് ഫേസിംഗ് എന്താണ്, നെയർലിംഗ് എന്താണ്, കൗണ്ടർ സിങ്കിങ് എന്താണ്, ഇതെല്ലാം ചോദിക്കും കേട്ടോ. സോ എന്താണ് കൗണ്ടർ ബോറിംഗ്? ഫീർ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ പ്രോസസ് ആണ് എന്ത്? കൗണ്ടർ സിങ്കിങ്. എന്താണ്? ഒരു ഹോള്, നമ്മളിതിന്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആയിട്ടാണ് ഇരിക്കുന്നത്, പകുതി വെച്ച് കട്ട് ചെയ്തിട്ടുള്ള വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു ഹോളിന്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബെവൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഏതെങ്കിലും സ്ക്രൂ എല്ലാം നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റും. പ്രോപ്പർ ആയിട്ട് സ്ക്രൂവിനെ നമുക്ക് പ്രൊജക്ഷൻ, മുകളിലേക്ക് പ്രൊജക്ഷൻ ഒന്നും അല്ലാതെ പ്ലേസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ബെവൽ ചെയ്യും. ഇപ്പൊ ഹോളിന്റെ എൻഡിൽ നമ്മൾ ബെവൽ ചെയ്യുന്ന പ്രോസസ്, അതാണ് എന്ത്? കൗണ്ടർ സിങ്കിങ്. കൗണ്ടർ സിങ്കിങ്. ഓക്കെ. ഇനി നമ്മൾ ബെവൽ ചെയ്യാതെ നമ്മൾ എൻലാർജ് ചെയ്യാണ്, എൻഡ് പോർഷൻ മാത്രം.
ഒരു ഹോളിന്റെ എൻഡ് പോർഷൻ മാത്രം എൻലാർജ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് കൗണ്ടർ ബോറിംഗ് എന്ന് പറയും. എൻഡ് പോർഷൻ മാത്രം എൻലാർജ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കൗണ്ടർ ബോറിംഗ് ആണ്. ഇനി നമ്മൾ ഫുള്ള് എൻലാർജ് ചെയ്യാന്ന് വിചാരിക്കാം. എൻഡ് പോർഷൻ അല്ലാതെ ഫുള്ള് എൻലാർജ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അത് ബോറിംഗ് എന്ന് പറയും. ബോറിംഗ്. ഓക്കെ. കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എൻഡ് പോർഷൻ മാത്രം എൻലാർജ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഇനി നെർലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നെർലിംഗ് നമ്മളൊരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഗ്രിപ്പ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത് നെർലിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേകതരം ടൂൾ ഉണ്ട്, നെർലിംഗ് ടൂൾ എന്ന് പറയും. സോ ഒരു വർക്ക് പീസിൽ ഒരു ഗ്രിപ്പ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും നെർലിംഗ് ഓപ്പറേഷൻ എന്ന് പറയും. നെർലിംഗ് ഓപ്പറേഷൻ. ഓക്കെ. നെർലിംഗ് ഓപ്പറേഷൻ. സോ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഇൻ വിച്ച് ഓഫ് ദി പ്രോസസ് ദർ ഇസ് നോ ചിപ്പ് ഈസ് ഫോംഡ് എന്ന് ചോദിക്കാം. നോ ചിപ്പ് ഈസ് ഫോംഡ്. ഏത് പ്രോസസ്സിലാണ് ചിപ്പ് ഫോം ചെയ്യാത്തത്? ബെവലിംഗ്, ബോറിംഗ്, നെർലിംഗ്. ആൻസർ ഏതായിരിക്കും? നെർലിംഗ് ആയിരിക്കും. നമ്മൾ നെർലിംഗിൽ ചെയ്യുന്നത് നമ്മളൊരു പ്രത്യേകതരം പാറ്റേൺ ഉള്ള ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യും ഇങ്ങോട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത്. സംടൈംസ് നമ്മൾ കട്ട് ചെയ്യും, പക്ഷെ മോസ്റ്റ് ഓഫ് ദി കേസിൽ നമ്മൾ എന്താണ് സൂപ്പർ ഇമ്പോസ് ചെയ്യും. ഓക്കെ. അപ്പൊ അവിടെ ചിപ്സ് ഒന്നും ഫോം ചെയ്യില്ല. ഇതിന്റെ പാറ്റേൺ ഈ ടൂളിലേക്ക് അവിടെ പ്രിന്റ് ആവുക ചെയ്യുന്നത്. സോ ഏത് ഓപ്പറേഷനിലാണ് ചിപ്പ് ഫോം ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെർലിംഗ് എന്ന ആൻസർ വരാണ്. ഒരു ഹോളിന്റെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോളിന്റെ എൻഡ് ബെവൽ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും കൗണ്ടർ സിങ്കിങ് എന്ന് പറയും. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോളിന്റെ എൻഡ് മാത്രം നമ്മൾ എൻലാർജ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും കൗണ്ടർ ബോറിംഗ് എന്ന് പറയും. കൗണ്ടർ ബോറിംഗ് എന്ന് പറയും. സോ അതിന്റെ ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് ത്രെഡ്സിന്റെ ഇൻക്ലൂഡഡ് ആംഗിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദി ആംഗിൾ ഓഫ് BSW ത്രെഡ് ഈസ് BSW ത്രെഡിന്റെ ആംഗിൾ എത്രയാണ്? 55 ഡിഗ്രി, 60 ഡിഗ്രി, 29 ഡിഗ്രി, 45 ഡിഗ്രി. 55 ഡിഗ്രി ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. 55 ഡിഗ്രി. BSWന്റെ ആംഗിൾ എന്ന് പറയുന്നത് 55 ഡിഗ്രി ആണ്. ഇനി ഇത് ഓരോന്നും ഓരോ ത്രെഡിന്റെ ആണ്. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ? ബി ത്രെഡ് അല്ലെങ്കിൽ യൂണിഫൈഡ് ത്രെഡ് അല്ലെങ്കിലോ ISO മെട്രിക് ത്രെഡ്. ഇതിന്റെ ഒക്കെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രി. ഓക്കെ. 29 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ എന്തിന്റെ ആംഗിളാ? ആക്മെ ത്രെഡിന്റെ ആംഗിൾ ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടന്റ്. ഇത് എവിടെ ഉപയോഗിക്കുന്നത് ഈ ത്രെഡ്? ലീഡ് സ്ക്രൂല്. ലീഡ് സ്ക്രൂല് ഉപയോഗിക്കുന്നത് ലെയ്ത്തില്. ഓക്കെ. വെരി ഇമ്പോർട്ടന്റ്. 45 ഡിഗ്രി ഏത് ത്രെഡിന്റെയാ? ബട്രസ് ത്രെഡ്. ഇത് കൂടാതെ ഒരു ആംഗിൾ കൂടി നിങ്ങൾ പഠിക്കണം. എത്രയാ? 47.5. ഏതാണ്? 47.5 അല്ലെങ്കിൽ 47. എന്താണ്? ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. ഇത്രയും ആംഗിൾസ് ഇത്രയും പഠിച്ചാൽ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആംഗിൾസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. നിർബന്ധമായിട്ടും ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ 55 അതെങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും നോക്കി. 55 BSW ആണല്ലോ. എന്തുണ്ട്? W അല്ലെ? സോ W അല്ലെങ്കിൽ WB ഉണ്ടെന്ന് ഓർത്തിരിക്കാം. സോ നമുക്കത് 55 എന്നുള്ള രീതിയിലേക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാം. ഓക്കെ. വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. ആ രീതി നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാൻ പറ്റും. ഇനി 47.5 എന്താണ്? ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആണ്. സോ നമുക്ക് ബ്രിട്ടീഷ് അസോസിയേഷൻ എഴുതുമ്പോൾ ബ്രിട്ടീഷ് ഈ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു 7 ആയിട്ട് എഴുതാൻ പറ്റില്ലേ? 7 അല്ലെ? BA ഓർത്തിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ബ്രിട്ടീഷ് അസോസിയേഷൻ. ഇപ്പൊ ഈ അസോസിയേഷന്റെ A നമുക്ക് എന്താ 7 ആയിട്ട് വായിക്കാം. സോ 7 വന്നു കഴിഞ്ഞാൽ എന്താ? ബ്രിട്ടീഷ് അസോസിയേഷൻ ആണ്. ഓക്കെ. ഓർത്തിരിക്കാനുള്ള ഒരു കുറുക്കുവഴി പറഞ്ഞു. ഇനി 60 ഡിഗ്രി ആണ് എന്ത്? വി ത്രെഡ്, യൂണിഫൈഡ് ത്രെഡ്, ഐസോമെട്രിക് ത്രെഡ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇത് എന്തായാലും പഠിച്ചു വെക്കേണ്ട സാധനമാണ്. 29 ഡിഗ്രി ആക്മെ ത്രെഡ് ബൈ ഹാർട്ട് ചെയ്യണം. നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി ബട്ടസ് ത്രെഡ് ഇത് എവിടെ ഉപയോഗിക്കുന്നത്? വെരി ഇമ്പോർട്ടന്റ്. ബട്ടസ് ത്രെഡ് ബെഞ്ച് വേസ്റ്റ് ഉപയോഗിക്കുന്ന സാധനമാണ്. ബെഞ്ച് വേസ്റ്റ് വെരി ഇമ്പോർട്ടന്റ്. ഇത് പല തവണ
റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബെഞ്ച് വൈസ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഒരു രീതിയിലും നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആംഗിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്ക്രൂ ത്രെഡ്സ് ആർ സ്ക്വയർ ത്രെഡ്സ് ആർ ജനറലി യൂസ്ഡ് ഫോർ. ഇതും വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ക്വയർ ത്രെഡ്സ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ ഗുഡ്സ്, ലെയ്ത്ത് ലീഡ് സ്ക്രൂ, സ്ക്രൂ ജാക്ക്, ബെഞ്ച് വൈസ്. സ്ക്രൂ ജാക്ക് ആണ് കേട്ടോ. സ്ക്രൂ ജാക്ക്. സ്ക്വയർസ് ത്രെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്രൂ ജാക്കിലാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ്, നിർബന്ധമായിട്ട് പഠിക്കണം. ഓക്കെ, ലെയ്ത്ത് ലീഡ് സ്ക്രൂ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ACME ത്രെഡ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ബെഞ്ച് വൈസിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ബെഞ്ച് വൈസിൽ ഉപയോഗിക്കുന്നത് ബട്ടർസ് ത്രെഡ് ആണ് അല്ലെ, ബട്ടർസ് ത്രെഡ്. ഓക്കെ, ബട്ടർസ് ത്രെഡ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോളണം. Then ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ്. ദി ലീഡ് ഓഫ് 3 സ്റ്റാർട്ട് ത്രെഡ് ഓഫ് 2 mm pitch is. The lead of 3 start thread of 2 mm pitch is 6 ആണ് അതിന്റെ ആൻസർ അല്ലെ. സോ ലീഡ് എന്ന് പറയുന്നത് എന്താണ്? ലീഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ഇൻറ്റു എന്താണ്? പിച്ചാണ്. ഈ ലീഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ സ്ക്രൂ ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു തവണ കംപ്ലീറ്റ് ആയിട്ട് റിവോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെറ്റ് എന്തുമാത്രം ലീനിയർലി മൂവ് ചെയ്യും എന്നുള്ളതാണ്. ഒരു കംപ്ലീറ്റ് റെവല്യൂഷനിൽ നെറ്റ് എന്തുമാത്രം മൂവ് ചെയ്യും, അതാണ് ലീഡ് എന്ന് പറയുന്നത്. കണ്ടോട്ട്. സോ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് നമ്മൾ പിച്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ലീഡ് കിട്ടും. ഒരു തവണ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തുമാത്രം ലീനിയർ മൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കിട്ടും. സോ ലീഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ഇൻടു പിച്ച് ആണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. അത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ പൈപ്സ് ദി ത്രെഡ് യൂസ്ഡ് ആർ. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. BSP ആണ്. BSP എന്താണ് ഫുൾ ഫോം? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് എന്ന് പറയും. പക്ഷെ ഓർത്തിരുന്നോളൂ, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്. BSP ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈപ്പ് ത്രെഡിൽ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞത് ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ്, അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് BSF ആണ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോളണം. BSF തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതാണ്. ഇലക്ട്രിക്കൽ അപ്ലയൻസസിലേക്ക് ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണ്? കോമൺലി ഉപയോഗിക്കുന്നത്, എല്ലായിടത്തും അല്ല, കോമൺലി ഉപയോഗിക്കുന്ന ത്രെഡ് ഏതാണ്? BSF ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. BSF എന്ന് പറഞ്ഞാൽ എന്താ? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫിനിഷ് ത്രെഡ് എന്ന് പറയും. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫിനിഷ് ത്രെഡ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡാണ് നമ്മൾ പൈപ്പിൽ ഉപയോഗിക്കുന്നത്. സ്ക്വയർ ത്രെഡ് എവിടെ ഉപയോഗിക്കും? സ്ക്രൂ ജാക്കിൽ ഉപയോഗിക്കും. BSW ജനറൽ പർപ്പസ് ത്രെഡ് ആണ്. BSW BA ത്രെഡ് എവിടെ ഉപയോഗിക്കണം? BA ത്രെഡ് എവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. നമുക്ക് ഉപയോഗം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രീവിയസ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓരോ ത്രെഡ് ഇപ്പൊ ഈ പറയുന്ന ഈ BSF ഇലക്ട്രിക്കൽ ഗുഡ്സിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, പല സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്ക്വയർ ത്രെഡ് സ്ക്രൂ ജാക്കിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് പ്രീവിയസ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസ് സെലക്റ്റീവ് ആയിട്ട് പറയുന്നത്. നമുക്ക് പലപ്പോഴും റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്ക്വയർ ത്രെഡ് എവിടെ ഉപയോഗിക്കുന്നത്? സ്ക്രൂ ജാക്കിലാണ്. ഓക്കെ, BA ത്രെഡിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമുക്ക് ഗേജസിനെ പറ്റിയുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. Which gauge is used to check the internal thread? ഏത് ഗേജ് ആണ് ഇന്റർണൽ ത്രെഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? പ്ലഗ് ഗേജ്, ത്രെഡ് പ്ലഗ് ഗേജ്, റിംഗ് ഗേജ്, ത്രെഡ് റിംഗ് ഗേജ്. ത്രെഡ് പ്ലഗ് ഗേജ് ആണ്. ഒരു ജസ്റ്റ് ഈ ഗേജസ് ഏതൊക്കെയാന്ന് അറിഞ്ഞിരുന്നു കേട്ടോ. പ്ലഗ് ഗേജ്, ത്രെഡ് പ്ലഗ് ഗേജ്, റിംഗ് ഗേജ്,
അതുപോലെ ത്രെഡ് റിംഗ് ഗേജ്. സോ ഫസ്റ്റ് സ്ഥാനത്തിന്റെ പേരാണെന്ത്? ആണെന്ത്? പ്ലഗ് വേജ്. പ്ലഗ് വേജ് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് എന്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ഹോളിന്റെ ഡയമീറ്റർ ഹോളിന്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെ? ഹോളിന്റെ ഡയമീറ്റർ അത് അതിന്റെ ലിമിറ്റിനുള്ളിലാണോ, അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും ഉള്ളിലാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഈ പ്ലഗ് വേജിന് എന്തുണ്ടാവും? ഒരു ഗോ എൻഡ് ഉണ്ടാകും, ഒരു നോ ഗോ എൻഡ് ഉണ്ടാവും. ഗോ എൻഡ് ഉണ്ടാവും, ഒരു നോ ഗോ എൻഡ് ഉണ്ടാവും. സോ ഈ ഗോ എൻഡ് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ആ ഹോളിന്റെ അകത്തോടെ കയറി പോകണം. അതാണ് ഗോ എന്ന് പറയാൻ കാരണം. നോ ഗോ എൻഡ് എന്ത് ചെയ്യരുത്? നമ്മുടെ ഹോളിന്റെ അകത്തോടെ നിർബന്ധമായിട്ട് കയറി പോകരുത്. സോ ഗോ എൻഡ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ആ ഹോളിന്റെ ലോവർ ലിമിറ്റ് എത്രയാണോ ആ ലിമിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. നോ ഗോ എൻഡ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ആ ഹോളിന്റെ അപ്പർ ലിമിറ്റ് എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. സോ ഇത് വലുതായിരിക്കും, ഇത് ചെറുതായിരിക്കും. സോ ഗോ എൻഡ് നിർബന്ധമായിട്ടും കയറി പോകണം, നോ ഗോ എൻഡ് നിർബന്ധമായിട്ടും കയറി പോകരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഹോള്, നിർമ്മിച്ചിരിക്കുന്ന ഹോള് അതിന്റെ ലിമിറ്റിന്റെ ഉള്ളിലാന്ന് പറയാൻ പറ്റും. സോ ഇതാണെന്ത്? പ്ലഗ് വേജ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ പ്ലഗ് വേജിൽ എന്താണ്? ഗോയും നോ ഗോയും ഓപ്പോസിറ്റ് എൻഡിലാണ്. ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഗോയും നോ ഗോയും സെയിം എൻഡിലാണെങ്കിൽ, ഇവിടെ ഗോ ഉണ്ട്, അതിന് ഇപ്പുറത്ത് തന്നെ ഒരു നോ ഗോയും കൂടി ഫിറ്റ് ചെയ്തേക്കുവാണെങ്കിൽ, ഇവിടെ തന്നെ നോ ഗോയും കൂടി ഉണ്ടെങ്കിൽ ആ പ്ലഗ് ഗേജിനെ വിളിക്കുന്ന പേരെന്താ? എന്താണ്? പ്രോഗ്രസീവ് പ്ലഗ് ഗേജ്. പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് എന്ന് പറയും കേട്ടോ. പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പ്രോഗ്രസീവ് പ്ലഗ് ഗേജ്. ഇതെന്താണ്? നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? പ്ലഗ് ഗേജ്. ത്രെഡ് പ്ലഗ് ഗേജ് എന്ന് പറയും. അതായത് ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ത്രെഡ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ത്രെഡ് പ്ലഗ് ഗേജ് എന്ന് വിളിക്കാൻ പറ്റും. ത്രെഡ്സിന്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് രണ്ടും എന്താ? റിംഗ് ഗേജ് ആണ്. ഇതെന്താ? സാധാ റിംഗ് ഗേജ്. ഇതെന്താണ്? ത്രെഡ് റിംഗ് ഗേജ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഇത് സപ്പോസ് ചിലപ്പോൾ നോ ഗോ റിംഗ് ഗേജ് ആണെങ്കിൽ ഒരു ഗോ റിംഗ് ഗേജ് വേറെ ഉണ്ടാവും കേട്ടോ. സോ ഇതിലും ഈ ഗോയും ഉണ്ട്, നോ ഗോയും ഉണ്ട്. ഞാൻ ഒരു ഫിഗർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സോ ഇത് സാധാ റിംഗ് ഗേജ്, ഇതെന്താണ്? നമ്മുടെ ത്രെഡ് റിംഗ് ഗേജ്. സോ സാധാ റിംഗ് ഗേജ് ഉപയോഗിക്കുന്നത് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഇത് ഉപയോഗിക്കുന്നത് ഷാഫ്റ്റിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെഡിന്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. The root diameter of a thread is another name for root diameter എന്ന് വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? മൈനർ ഡയമീറ്റർ കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, ബേസ് ഡയമീറ്റർ. അങ്ങനെ ഒരു ടൈം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. മൈനർ ഡയമീറ്റർ, ബേസ് ഡയമീറ്റർ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബേസ് ഡയമീറ്ററിലേക്ക് ആൻസർ പോകും. ഒരു ഓപ്ഷനേ ഇല്ല, അതിന് സാധനമേ ഇല്ല. മൈനർ ഡയമീറ്റർ, മേജർ ഡയമീറ്റർ, പിച്ച് ഡയമീറ്റർ, ഈ 3 ഡയമീറ്റർ ആണ് നമ്മുടെ സ്ക്രൂ ത്രെഡിനുള്ളത്. സോ റൂട്ട് ഡയമീറ്റർ എന്ന് പറയുന്നത് മൈനർ ഡയമീറ്ററിന്റെ മറ്റൊരു പേരാണ്. അല്ലെങ്കിൽ മൈനർ ഡയമീറ്റർ എന്ന് വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? റൂട്ട് ഡയമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. ദി ഡിസ്റ്റൻസ് ഫ്രം എ ഗിവൺ പോയിന്റ് ഓൺ എ ത്രെഡ്, ഗിവൺ പോയിന്റ് ഓൺ വൺ ത്രെഡ് ടു കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദി നെക്സ്റ്റ് ത്രെഡ് ഈസ് കോൾഡ്. Distance from one point on a thread to corresponding point on the next thread. എന്താണ്? പിച്ച് ആണ് അല്ലെ? പിച്ചിന്റെ ഡെഫിനേഷൻ അത്. അതായത് ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ ഒരു ത്രെഡിന്റെ ഒരു പോയിന്റ് നിന്ന് തൊട്ടടുത്തുള്ള ത്രെഡിന്റെ കറസ്പോണ്ടിങ് പോയിന്റ്, ഈ ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈ പോയിന്റിൽ നിന്ന് തൊട്ടടുത്ത ത്രെഡിന്റെ കറസ്പോണ്ടിങ് പോയിന്റ്, സെയിം പോയിന്റ് വരെയുള്ള ആ ദൂരത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? പിച്ച്. അതാണ് പിച്ചിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. പിച്ച്. ഓക്കെ. ലീഡ് എന്ന് പറയുന്നത് എന്താണ്? ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രൂ ഒരു ഫുൾ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തുമാത്രം നമ്മുടെ നെറ്റിന് ലീനിയർ മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അതാണെന്ത്? ലീഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ സ്ക്രൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോമൻക്ലേച്ചർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മൈനർ ഡയമീറ്റർ, ഇതാണ് മേജർ ഡയമീറ്റർ. പിച്ച് ഉണ്ടാവും. ത്രെഡിന്റെ ഒരു പോയിന്റിൽ നിന്ന് തൊട്ടടുത്തുള്ള പോയിന്റിന്റെ സെയിം പോയിന്റ് വരെയുള്ള ദൂരം, അതാണ് പിച്ച് എന്ന് പറയുന്നത്.
പിച്ച് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, മേജർ ഡയമീറ്ററിനും മൈനർ ഡയമീറ്ററിനും ഇടയിലുള്ള ഡയമീറ്റർ ആയിരിക്കും. ഓക്കെ, ഈ മൈനർ ഡയമീറ്ററും മേജർ ഡയമീറ്ററും നമ്മുടെ ഡിഫറൻസ് അതാണ് നമ്മുടെ ഡെപ്ത് എന്ന് പറയുന്നത്. ഡെപ്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഫംഗ്ഷൻ ഓഫ് എ മെഷീൻ ടൂൾ. ഫംഗ്ഷൻ ഓഫ് മെഷീൻ ടൂൾ. മെഷീൻ ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ? മെഷീൻ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെയ്ത്ത് ഒരു മെഷീൻ ടൂളാണ്. അതുപോലെ നമ്മുടെ ഡ്രില്ലിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ഇതൊക്കെ മെഷീൻ ടൂൾസ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചിരിക്കുന്നത്? ടു ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദി പീസ് ടു ബി മെഷീൻ, ടു ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദി കട്ടിംഗ് ടൂൾസ്, to provide requisite motion to working piece, tool, or both, to regulate the cutting speed and of the tool and workpiece. നമ്മൾ ലെയ്ത്ത് എന്തിനാ ഉപയോഗിക്കുന്നത്? ലെയ്ത്ത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ലല്ലോ. ലെയ്ത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? ഓക്കെ, എന്താണ് നമ്മുടെ വർക്ക് പീസിന് എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്യണം അല്ലെ? രണ്ട് സെന്ററുകൾക്കിടയിൽ ഹോൾഡ് ചെയ്യും ലെയ്ത്തിൽ അല്ലെ? ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദി പീസ്. ടു ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദി കട്ടിംഗ് ടൂൾ. കട്ടിംഗ് ടൂൾ നമ്മൾ എന്ത് ചെയ്യും? ടൂൾ പോസ്റ്റിൽ ഹോൾഡ് ചെയ്യും ലെയ്ത്തിൽ അല്ലെ? ലെയ്ത്ത് എക്സാമ്പിൾ ആക്കി എടുത്തു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ ലെയ്ത്തിൽ വർക്ക് പീസ് നമ്മൾ എന്ത് ചെയ്യും? റിക്വയർഡ് മോഷൻ കൊടുക്കും. ഗിയർ ബോക്സ് ഒക്കെ ഉണ്ട് അവിടെ. ഹെഡ് സ്റ്റോക്കിൽ വഴി നമ്മൾ ഡ്രൈവ് കൊടുത്തിട്ട് വർക്ക് പീസിന് റിക്വയർഡ് മോഷൻ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ടൂളിന് റിക്വയർഡ് മോഷൻ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ വർക്ക് പീസിനും ടൂളിനും നമ്മൾ മോഷൻ കൊടുക്കാറുണ്ട്. അതുപോലെ ഈ കട്ടിംഗ് സ്പീഡ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ലെയ്ത്തിലൊക്കെ. ലെയ്ത്തിൽ എക്സാമ്പിൾ ആക്കി പറഞ്ഞോളൂ. സോ ഇതൊക്കെ എന്താണ്? ഒരു മെഷീൻ ടൂളിന്റെ ഫംഗ്ഷൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി above ആണ് ഇതിന്റെ ആൻസർ പറയുന്നത്. ഓൾ ഓഫ് ദി above. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എ സെന്റർ ലൈറ്റ് is specified by width of the bed, maximum swing over the carriage, length of the bed, maximum swing over the bed. ഇത് ആൻസർ പറഞ്ഞേ. All of the above. ഓൾ ഓഫ് ദി above ആണ് അല്ലെ? എന്താ ഈ സ്പെസിഫൈഡ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലെയ്ത്ത് ഈസ് സ്പെസിഫൈഡ് ബൈ എന്നിട്ട് എന്താ? ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു മൊബൈൽ വാങ്ങിക്കൊരു കട ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും അല്ലെ? അതായത് ആ മൊബൈലിന്റെ ക്യാമറ ഇത്ര 48 മെഗാ പിക്സൽ ആയിരിക്കണം, അതിന്റെ ഡിസ്പ്ലേ ആകുമ്പോൾ LED ഡിസ്പ്ലേ ആയിരിക്കണം അല്ലെ? അതിന്റെ മെമ്മറി 126 GB ഉണ്ടാവണം, അതിന്റെ ബാറ്ററി 5000 മെഗാ എച്ച് ബാറ്ററി ഉണ്ടാവണം. ഇതൊക്കെ എന്താ? ഒരു മൊബൈലിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. ഇതുപോലെ നമ്മൾ ലെയ്ത്ത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു മെഷീൻ ഷോപ്പിലേക്ക് നമ്മളൊരു ലെയ്ത്ത് വാങ്ങിക്കാൻ ചെല്ലുവാണ്. ലെയ്ത്ത് ഇപ്പൊ നമ്മള് കളമശ്ശേരിയിലെ HMT ഉണ്ട്, ലെയ്ത്ത് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആയിട്ട് അവിടെ HMT ഉണ്ട് അവിടെ. സോ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്പെസിഫിക്കേഷൻസ് പറയും. എന്തൊക്കെയാ സ്പെസിഫിക്കേഷൻസ് പറയുന്നത്? നമ്മുടെ ലെയ്ത്തിന്റെ വിഡ്ത്ത് എത്ര വേണം, ബെഡിന്റെ വിഡ്ത്ത് എത്ര വേണം, അതിന്റെ ലെങ്ത് എത്ര വേണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ അതിനൊക്കെ നമ്മൾ എന്ത് പറയും? ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയും. സോ ലെയ്ത്ത് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അത് ഏതൊക്കെയാ? ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അതിൽ 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. 1-2 കാര്യങ്ങൾ അതിന്റെ ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ലെങ്ത് ഓഫ് ദി ബെഡ്, ലെയ്ത്തിന്റെ ബെഡിന്റെ ലെങ്ത് എന്താണ്? സ്പെസിഫിക്കേഷൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ലെങ്ത് എത്രയാണ്? അതുപോലെ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈവ് ആൻഡ് ഡെഡ് സെന്റർ. നമുക്ക് ലെയ്ത്തിന് ഒരു ലൈവ് സെന്റർ ഉണ്ടാവും, ഒരു ഡെഡ് സെന്റർ ഉണ്ടാവും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്ര വേണമെന്നൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഹൈറ്റ് ഓഫ് ദി സെന്റർ, ഹൈറ്റ് ഓഫ് സെന്റേഴ്സ് ഫ്രം ബെഡ്, ബെഡിൽ നിന്ന് ഈ സെന്റർ വരെയുള്ള ഹൈറ്റ്. അതുപോലെ സ്വിംഗ് ഡയമീറ്റർ, ഇത് പ്രത്യേകം പഠിച്ചോളണം. സ്വിംഗ് ഡയമീറ്റർ ഇത് ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. സ്വിംഗ് ഡയമീറ്റർ. സോ ഈ സ്വിംഗ് ഡയമീറ്റർ നമുക്ക് രണ്ട് രീതി പറയാൻ പറ്റും. ഈ സ്വിംഗ് ഡയമീറ്റർ ഓവർ ബെഡ്, സ്വിംഗ് ഡയമീറ്റർ ഓവർ ബെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയ്ത്തിന്റെ ബെഡിന്റെ മുകളിൽ, ഇതാണ് ബെഡ് എന്ന് പറയുന്നത്. ഈ ബെഡിന്റെ മുകളിൽ നമുക്ക് എത്ര ഡയമീറ്റർ വരെയുള്ള വർക്ക് പീസ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത്? സ്വിംഗ് ഡയമീറ്റർ ഓവർ ദി ബെഡ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദി വർക്ക് ദാറ്റ് വിൽ ബി റൊട്ടേറ്റഡ് വിത്തൗട്ട് ടച്ചിങ് ദി ബെഡ്. ഈ ബെഡിൽ ടച്ച് ചെയ്യാതെ നമുക്ക് ഈ ലെയ്ത്തില് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്ക് പീസിന്റെ ലാർജസ്റ്റ് ഡയമീറ്റർ, അതാണ് എന്ത്? സ്വിംഗ് ഡയമീറ്റർ ഓവർ ബെഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. സ്വിംഗ് ഡയമീറ്റർ ഓവർ ദി ബെഡ്. അതുപോലെ സ്വിംഗ് ഡയമീറ്റർ ഓവർ ക്യാരിയേജ്. സ്വിംഗ് ഡയമീറ്റർ ഓവർ ക്യാരിയേജ് എന്ന് വെച്ചാൽ എന്താ? സെയിം തന്നെ. ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ദി വർക്ക് ദാറ്റ് വിൽ റിവോൾവ് ഓവർ ദി സാഡിങ്. ഈ ബെഡിന്റെ മുകളിൽ എന്തുണ്ട്?
ഒരു സാഡിലൊക്കെ ഉണ്ടല്ലേ, ഇവിടെ കുറെ സാഡിൽ ക്യാരേജ് അതൊക്കെ ഉണ്ട് അവിടെ അല്ലെ. സോ നമുക്ക് ഈ സാഡിൽ ടച്ച് ചെയ്യാതെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം ഡയമീറ്റർ, അതാണ് എന്ത് സ്വിംഗ് ഡയമീറ്റർ ഓവർ ക്യാരേജ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, സ്വിംഗ് ഡയമീറ്റർ ഓവർ ബെഡും സ്വിംഗ് ഡയമീറ്റർ ഓവർ ക്യാരേജും. ആക്ച്വലി സ്വിംഗ് ഡയമീറ്റർ ഓവർ ക്യാരേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്വിംഗ് ഡയമീറ്റർ ഓവർ ബെഡിനേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും അല്ലെ. കാരണം ഈ ബെഡ് താഴെ ഇരിക്കുന്നത് നമ്മുടെ സാഡിൽ മുകളിലായിരിക്കുന്നത്. സോ സാഡിൽ ടച്ച് ചെയ്യാതെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്ക് പീസിന്റെ ഡയമീറ്റർ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും ഈ ബെഡിൽ ടച്ച് ചെയ്യാതെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്ക് പീസിന്റെ ഡയമീറ്ററിനേക്കാൾ കുറവായിരിക്കും. സോ ഈ രണ്ട് ഡെഫിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് രണ്ടും എന്താണ്, ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. ഇത് രണ്ടും വെച്ചിട്ട് റിപ്പീറ്റ് ആയിട്ട് പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പൊ സ്വിംഗ് ഡയമീറ്റർ ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻ ആണ്. അതുപോലെ ബോർ ഡയമീറ്റർ ഓഫ് ദി സ്പിൻഡിലിന്റെ ഡയമീറ്റർ. ഓക്കെ, വിഡ്ത്ത് ഓഫ് ദി ബെഡ്, ബെഡിന്റെ വീതി, താഴെയുള്ള ബെഡിന്റെ വീതി, ടൈപ്പ് ഓഫ് ദി ബെഡ്, ഏത് ടൈപ്പ് ബെഡാണ്, പിച്ച് വാല്യൂ ഓഫ് ദി ലീഡ് സ്ക്രൂവിന്റെ പിച്ച് വാല്യൂ, ഫോഴ്സ് പവർ ഓഫ് ദി മോട്ടറിന്റെ ഫോഴ്സ് പവർ, നമ്പർ ആൻഡ് റേഞ്ച് ഓഫ് സ്പിൻഡിൽ സ്പീഡ്, എത്ര സ്പിൻഡിൽ സ്പീഡ് വേണം, നമ്പർ ഓഫ് ഫീറ്റ്സ്, സ്പിൻഡിൽ നോസ് ഡയമീറ്റർ, ഫ്ലോർ സ്പേസ് റിക്വയർഡ്, ടൈപ്പ് ഓഫ് മെഷീൻ, ഇതൊക്കെ എന്താണ് ലെയ്ത്തിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് കേട്ടോ. സ്പെസിഫിക്കേഷൻസ്. അപ്പൊ നിങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ ഇതിൽ കാണാതെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന സ്വിംഗ് ഡയമീറ്റർ ഓവർ ദി ബെഡ് എന്താണെന്നും സ്വിംഗ് ഡയമീറ്റർ ഓവർ ദി ക്യാരേജ് എന്താണെന്ന് കാണിച്ചോളാം. അതുപോലെ സ്വിംഗ് ഡയമീറ്റർ എന്ന് പറയുന്നത്, ഇത് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ പരിചയമില്ലാത്തൊരു ടൈമാണ്. സ്വിംഗ് ഡയമീറ്റർ എന്ന് പറയുന്നത് ലെയ്ത്തിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ആണ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അല്ലാതെ ഈ വാല്യൂസ്, ഈ പോയിന്റ്സ് ഒന്നും കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, the lathe is specified by width of the bed, maximum swing over the carriage, length of the bed, maximum swing over the bed. ആൻസർ എന്തായിരിക്കും, all of the above ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. The lathe bed base are mostly made of closed grey cast iron. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ലെയ്ത്തിന്റെ ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ടാണ്. ഗ്രേ കാസ്റ്റ് അയൺ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. ലെയ്ത്ത് ബെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രേ കാസ്റ്റ് അയൺ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്, ഇതിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? റെസിസ്റ്റ് വൈബ്രേഷൻ, എന്ത് ചെയ്യും, ഇത് വൈബ്രേഷൻ റെസിസ്റ്റ് ചെയ്യും കേട്ടോ. അഡ്വാൻറ്റേജാ, റെസിസ്റ്റ് വൈബ്രേഷൻ. കാർബൺ ഈസ് ഇൻ ഫ്രീ സ്റ്റേറ്റ്. ഈ ഗ്രേ കാസ്റ്റ് ചെയ്യേണ്ട പ്രത്യേകത എന്താ, ഗ്രേ കാസ്റ്റ് ചെയ്യേണ്ട ഒരു കളർ എന്ന് പറയുന്നത് ഗ്രേ കളറാ. ഇങ്ങനെ ഗ്രേ കളർ വരാൻ കാരണം എന്താ, ഫ്രീ സ്റ്റേറ്റിൽ കാർബൺ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഈ ഫ്രീ സ്റ്റേറ്റിലുള്ള ഈ കാർബൺ എന്തായിട്ട് ആക്ട് ചെയ്യും, ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് ആക്ട് ചെയ്യും കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആണിത്. പലപ്പോഴും പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കാർബൺ ഇൻ ഫ്രീ സ്റ്റേറ്റ് വിച്ച് ഹാസ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി. ഗ്രേ കാസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേകത, ഇറ്റ് ഹാസ് എന്താണ്, സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി. ഇതിന് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. കാരണം എന്താണ്, ഇതിൽ കാർബൺ ഫ്രീ സ്റ്റേറ്റിലുണ്ട്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ്. പലപ്പോഴും പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് ക്യാൻ വിസ്റ്റാൻഡ് മോർ കംപ്രസീവ് ലോഡ്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസീവ് ലോഡ്, ഇതിൽ വരുന്ന കംപ്രസീവ് ലോഡ് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് മാലിബിൾ. ഇത് കറക്റ്റ് അല്ല. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ മാലിബിൾ അല്ല, അത് ബ്രിട്ടിലാണ്. കാസ്റ്റ് അയൺ ഈസ് വെരി ബ്രിട്ടിൽ കേട്ടോ. സോ ഈ ഫോർത്ത് പോയിന്റ് ഒഴികെ ബാക്കിയുള്ള 3 പോയിന്റുകളും ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ലെയ്ത്തിന്റെ ബെഡിൽ ഗ്രേ കാസ്റ്റ് അയൺ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻസർ എന്ന് പറയുന്നത് എന്താണ്, പ്രധാനമായിട്ടും അതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ഫ്രീ സ്റ്റേറ്റിൽ കാർബൺ ഉണ്ട്. ഇത് എന്ത് ചെയ്യും, ഒരു ലൂബ്രിക്കന്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇറ്റ് ഹാസ് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, ഈ ഫ്രീ സ്റ്റേറ്റിലുള്ള കാർബൺ വൈബ്രേഷൻ റെസിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ റെസിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കംപ്രസീവ് ലോഡൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1, 2 and 3 ആണ് കേട്ടോ. ആൻസർ എന്ന് പറയുന്നത് 1, 2 and 3 ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അടുത്ത, ടംബ്ലർ ഗിയർ മെക്കാനിസം ഇൻ ലേത്ത് ഈസ് യൂസ്ഡ് ഫോർ.
തംബ്ലർ ഗിയർ മെക്കാനിസം എന്തിനാ ഉപയോഗിക്കുന്നത്? ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മെയിൻ സ്പിൻഡിലിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ലീഡ് സ്ക്രൂ ആൻഡ് ഫീഡ് ഷാഫ്റ്റ്. ലീഡ് സ്ക്രൂവിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ബാക്ക് ഗിയർ യൂണിറ്റ്. ചേഞ്ചിങ് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ദി ബുൾ ഗിയർ. രണ്ട് മെക്കാനിസം, അതിന്റെ ഉപയോഗം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോളാം. തംബ്ലർ മെക്കാനിസം അല്ലെങ്കിൽ തംബ്ലർ ഗിയർ മെക്കാനിസം എന്താണ്? ലീഡ് സ്ക്രൂ ഉണ്ടല്ലോ, ലീഡ് സ്ക്രൂ എന്തിനാ ഉപയോഗിക്കുന്ന? ത്രെഡ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ക്രൂ ആണ് അല്ലെ. ലീഡ് സ്ക്രൂവിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെക്കാനിസം ആണ് തംബ്ലർ മെക്കാനിസം. ഒന്ന് ഓർത്തിരുന്നോളാം കേട്ടോ. ലീഡ് സ്ക്രൂവിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ ഫീഡ് ഷാഫ്റ്റ് അതിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസം ആണ് തംബ്ലർ മെക്കാനിസം. നമ്മുടെ ഹെയർ സ്റ്റോക്കിന്റെ അകത്തുള്ള ഗിയർ ബോക്സിലുള്ള ഒരു മെക്കാനിസം, കുറെ ഗിയർ ഒക്കെ ഉള്ള ഒരു മെക്കാനിസം, 3 ഗിയർ ഒക്കെ ഉണ്ട് അവിടെ കേട്ടോ. അപ്പൊ ഒന്ന് ഓർത്തിരുന്നോളാം, തംബ്ലർ ഗിയർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡ് സ്ക്രൂവിന്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അപ്രോൺ മെക്കാനിസം. അപ്രോൺ എന്തിനാ യൂസ് ചെയ്യുന്നത്? അപ്രോൺ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്രോൺ എന്തിനാ അപ്രോൺ യൂസ് ചെയ്യുന്നത്? അറിയാമോ? എന്താണ്? ടൂളിനെ മൂവ് ചെയ്യാൻ വേണ്ടിയാണ്, കട്ടിംഗ് ടൂൾ അല്ലെ. അപ്രോൺ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാഡില് ആ ക്യാരേജ് ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ അതിന് ടോട്ടാലിറ്റി ഉള്ള പറയുന്ന കാര്യമാണത് അപ്രോൺ മെക്കാനിസം എന്ന് പറയുന്നത്. അവിടെയുള്ള ഗിയർ, അവിടെയുള്ള ഹാൻഡ് ലിവർ, ഫീഡ് കൊടുക്കുന്ന ലിവർ, ഇതിനൊക്കെ കൂടി ടോട്ടാലിറ്റി നമ്മൾ അപ്രോൺ മെക്കാനിസം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് അപ്രോൺ മെക്കാനിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണ്ടേ? ഫോർ മൂവിങ് ദി ടൂൾ, കട്ടിംഗ് ടൂളിന്റെ മോഷന് വേണ്ടിയാണ് അല്ലെ. ഇത് കണ്ടെയ്ൻ മെക്കാനിസം ഫോർ മൂവിങ് ആൻഡ് കൺട്രോളിംഗ് ദി ക്യാരേജ്. അല്ലെങ്കിൽ എന്താ? കട്ടിംഗ് ടൂൾ അവിടെ ഇരിക്കുന്ന ക്യാരേജിന്റെ മുകളിലിരിക്കുന്നത്. സോ ക്യാരേജിന്റെ മോഷന് വേണ്ടിയാണ്. ഓക്കെ, വിച്ച് ഈസ് ദി ഫീച്ചർ ഓഫ് ലെയ്ത്ത് ദാറ്റ് പ്രൊവൈഡ് ദി മെത്തേഡ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് മൂവിംഗ് ദി ടൂൾ. ക്യാരേജ് എന്തിനാ ഉപയോഗിക്കുന്ന? ഈ ടൂളിനെ, കട്ടിംഗ് ടൂളിനെ ഹോൾഡ് ചെയ്യാനും മൂവ് ചെയ്യാൻ വേണ്ടിയാണ്. ഓർത്തിരുന്നോളാം, അപ്രോൺ മെക്കാനിസം ഈസ് യൂസ്ഡ് ഫോർ മൂവിംഗ് ദി ടൂൾ ആൻഡ് തംബ്ലർ ഗിയർ മെക്കാനിസം ഈസ് യൂസ്ഡ് ഫോർ വാട്ട്? റിവേഴ്സിംഗ് ദി ഡയറക്ഷൻ ഓഫ് ലീഡ് സ്ക്രൂ. Other question, there is no loss of accuracy as the check get wear out. Which check? 4 jaw, hydraulic, collet and 3 jaw. Previous question ആണ്, പറയാൻ പറ്റുമോ? 4 jaw check. 4 jaw check ആണ്. 4 jaw check എന്തുകൊണ്ടാണ് ആൻസർ വന്നതെന്ന് അറിയാമോ? 4 jaw check wear out ആയതിൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ഈ ഇറഗുലർ ആയിട്ടുള്ള വർക്ക് പീസിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് 4 jaw check ഉപയോഗിക്കുന്നത് അല്ലെ. ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഏതെങ്കിലും ചെക്ക് വേണോട്ടായാലും മറ്റുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോൾഡ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഈ പറയുന്ന 3 jaw ചെക്ക് ആണെങ്കിലും മറ്റു ചെക്കുകളൊക്കെ ആണെങ്കിൽ തന്നെ അത് വേണൗട്ട് ആയി കഴിഞ്ഞാൽ ആക്യുറസി പോകും കേട്ടോ. 4 jaw ചെക്കാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. What is the value of one subdivision? What is the value of one subdivision in a metric micrometer having 50 divisions on the thimble? ഒരു comparatively difficult എന്ന് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് വൺ സബ് ഡിവിഷൻ ഇൻ എ മെട്രിക് മൈക്രോമീറ്റർ ഹാവ് 50 divisions on the thimble? ചിലപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്ന പറയാൻ പറ്റുമോ? 0.01. 0.01. എങ്ങനെ 0.01 എന്ന് പറയുന്നത്? അതായത് വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് വൺ സബ് ഡിവിഷൻ എന്ന് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ മൈക്രോമീറ്റർ, അതായത് സ്ക്രൂ ഗേജ്, അതിന്റെ വൺ സബ് ഡിവിഷന്റെ വാല്യൂ എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്. അതിന്റെ എന്താ തിമ്പിളിലെ ഡിവിഷൻ എത്രയാണ്? 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് വേറൊന്നുമല്ല, മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് വെച്ചിരിക്കുക. ലീസ്റ്റ് കൗണ്ട് എത്രയാ? 0.01 ആണ് അല്ലെ. മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് 0.01 ആണെന്നും വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് 0.02 ആണെന്നും കാണാതെ പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇതെങ്ങനെ വന്നേന്ന് പറയാം. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും പറയാം. മൈക്രോമീറ്ററിൽ നിന്നുണ്ട് ഒരു തിമ്പിൾ ഉണ്ട്, അതുപോലെ ഒരു ബാരലുണ്ട് അല്ലെ. ബാരൽ, അതായത് ഇവിടെ ഒരു ബാരൽ ഉണ്ടാവും, അതിലിങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഡിവിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിന് ഒരു തിമ്പിൾ ഉണ്ടാവും. ഈ തിമ്പിൾ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ തിമ്പിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ബാരലോടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ഓക്കെ, സോ ഈ ബാരലിലുള്ള വൺ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ ആണ്.
ഈ ബാരലിലെ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. 1 mm. 1 mm അല്ല, 1 mm അല്ല, എത്രയാണ്? 0.5 mm ആണ് കേട്ടോ. തെറ്റിക്കരുത്. ബാരലിലുള്ള 1 ഡിവിഷൻ എന്ന് പറയുന്നത് 0.5 mm ആണ്. നമ്മുടെ ഈ തിമ്പിള് ഒരു തവണ Subdivision അല്ലേ 0.5? ഇതിലും പറഞ്ഞോ? നമ്മുടെ ഈ തിമ്പിള് ബാരലിലെ ഒരു subdivision അല്ലേ 0.5? മെയിൻ ഡിവിഷൻ 1 mm. എങ്ങനെ? ഞാൻ പറഞ്ഞ ഒരു ഡിവിഷൻ അതായത് 2 ലൈൻസിന് ഇടയിലുള്ള അകലം. ഓക്കെ. സോ 0.5 mm ആണ്. ഈ നമ്മുടെ തിമ്പിൾ ഒരു തവണ ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. തിമ്പിൾ ഒരു തവണ ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബാരലിൽ എന്തുമാത്രം മൂവ്മെന്റ് ഉണ്ടാവും? തിമ്പിൾ 0.5 കേട്ടോ, 0.5 mm ഉണ്ടാവും. ഓക്കെ, 0.5. സോ ഈ തിമ്പിളില് 50 ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞേക്കുവാണ്. തിമ്പിളില് 50 ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞേക്കുവാണ്. സോ ഒരു തവണ ഫുൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 0.5 mm തിമ്പിൾ എന്ത് ചെയ്യും? മുമ്പോട്ട് മൂവ് ചെയ്യും. സോ ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്ര ഡിവിഷനാണ് തിമ്പിളിലുള്ള? 50 ഡിവിഷനാണ്. 50 ഡിവിഷൻ. ഒരു ഫുൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ തിമ്പിളിലെ ഈ 50 ഡിവിഷൻസ് ഒരു തവണ മൂവ് ചെയ്തു. സോ ഈ 0.5 നമ്മൾ 50 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.01 കിട്ടും. 0.01. ഇതാണ് എന്ത്? നമ്മുടെ ഈ സ്ക്രൂ ഗേജ് അല്ലെങ്കിൽ മൈക്രോമീറ്ററിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ലീസ്റ്റ് കൗണ്ട്. സോ ലീസ്റ്റ് കൗണ്ട് ഓഫ് മൈക്രോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.01 എന്ന് പറയാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് 1 സബ് ഡിവിഷൻ ഇൻ എ മെട്രിക് മൈക്രോമീറ്റർ ഹാവിംഗ് 50 ഡിവിഷൻസ് ഓൺ എ തിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.01 എന്ന് പറയാം. ഇനി വേറെ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ തിമ്പിൾ ഒരു തവണ കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബാരലിൽ എന്തൊരു മൂവ്മെന്റ് ഉണ്ടാവും? 0.5 mm എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ വെർനിയർ കാലിപ്പറിന്റെ ലീസ്റ്റ് കൗണ്ട് 0.02, ഇതിന്റെ ഡബിൾ ആണെന്ന് ഓർത്തിരുന്നാൽ മതി. 0.02 mm. ജനറൽ ആയിട്ടുള്ള ലീസ്റ്റ് കൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.02. ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ അതിന്റെ മെയിൻ സ്കെയിലിൽ 30 ഡിവിഷൻ ഉണ്ട്, വെർനിയർ സ്കെയിലിൽ 30-40 ഡിവിഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ തരും. എന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ നേരത്ത് ഓപ്ഷനിൽ 0.02 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 0.02 കുത്താം. ഒരു 99% ഓഫ് ദി പ്രോബ്ലത്തിലും 0.02 തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരും. അതായത് നമുക്ക് ജനറൽ ആയിട്ട് ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.02 mm ആണ് വെർനിയർ കാലിപ്പറിന്റെ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മെയിൻ ഡിവിഷന്റെ എണ്ണോ വെർനിയർ സ്കെയിൽ ഡിവിഷന്റെ എണ്ണ ഒക്കെ തന്നിട്ട് നമുക്ക് ഈ ലീസ്റ്റ് കൗണ്ട് എത്രയെന്ന് ചോദിക്കും. അപ്പൊ കാൽക്കുലേഷൻ വഴി ചെയ്യണം. അതില്ലാതെ ചുമ്മാ ഡയറക്റ്റ് ആയിട്ട് 0.02 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് കുത്തിയാലും 99% ഓഫ് കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആൻസർ കിട്ടും. കറക്റ്റ് ആൻസർ ആയിരിക്കും കേട്ടോ. സോ നിങ്ങൾക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ അവസാനം ഈ 90 മിനിറ്റ് ആയി എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ 0.02 കണ്ടേ പെട്ടെന്ന് കുത്തിക്കോളാം. കാരണം നമ്മളൊരു ചാൻസ് എടുക്കണം. നമ്മൾ 100% ഷുവറുള്ള ക്വസ്റ്റ്യൻ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്കിൽ ഏറ്റവും ടോപ്പിലേക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. 100% ഷുവറുള്ള ക്വസ്റ്റ്യൻ മാത്രം ചെയ്യരുത്. നിങ്ങൾക്കൊരു 70% ക്ലാരിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ്, എൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ 2 ഓപ്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു, ബാക്കി 2 എണ്ണം നിങ്ങൾക്ക് അറിയാൻ പാടില്ല എങ്കിൽ അക്കോർഡിംഗ് ടു മൈ സ്ട്രാറ്റജി യു ഷുഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്യണം. കാരണം നിങ്ങളുടെ തെറ്റാനുള്ള സാധ്യത എന്താണ്? ശരിയാവുള്ള സാധ്യത എന്ന് പറയുന്നത് 50% ആയി അല്ലെ. 50% തെറ്റി കഴിഞ്ഞാൽ എന്താ 50% തെറ്റാനുള്ള സാധ്യത. പക്ഷെ തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 1/3 മാർക്കാ പോവുള്ളൂ. സോ വെരി റെയർ ചാൻസ് ഓഫ് ഡിക്രീസിങ് ദി മാർക്ക്. സോ അത് ശരിയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് 1 മാർക്ക് കൂടുകയും ചെയ്യും. സോ ഒരു 50-50 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്താം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ മെട്രിക് മൈക്രോമീറ്റർ 9:23 ആയില്ലേ, നമുക്ക് 9 ആകുമ്പോഴത്തേക്കും നിർത്തും കേട്ടോ. പിന്നെ മെട്രിക് മൈക്രോമീറ്റർ ദി ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദി സ്പിൻഡിൽ ഡ്യൂറിങ് 1 കംപ്ലീറ്റ് റൊട്ടേഷൻ ഓഫ് ദി തിമ്പിൾ. പറഞ്ഞേ. 0.5 ആണ്. വേറെ ഒന്നുമില്ല.
ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് മൈക്രോമീറ്റർ ഷോൺ ഇൻ ദി ഫിഗർ? പറയാൻ പറ്റുമോ? നമുക്ക് ഇവിടെ ബാരലില് 5 ഉണ്ട് അല്ലെ, 6, 7 അല്ലെ, 7 mm ഉണ്ട് ബാരലില്, 7 mm. ഇവിടെ 5 mm, 6, 7. ആ ഇനി നമ്മൾ തിമ്പിളിൽ എന്താ തിമ്പിളില് നോക്കുക. ഈ അതിന്റെ താഴെയുള്ള ഈ ലൈനിന്റെ താഴെയുള്ള എന്താ 20 ആണ്. സോ 20 കഴിഞ്ഞിട്ട് ഒരു ഡിവിഷൻ 21, 22 അല്ലെ, 23, 24, 25. സോ 7.22 mm എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. 7.22 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ, എറർ ഇൻ മൈക്രോമീറ്റേഴ്സ്. ഇവിടെ ഇതാണ് when the anvil and spindle face of the micrometer are in contact. ഈ ആൻവിൽ എന്താണ്, സ്പിൻഡിൽ ഫേസ് എന്താണെന്ന് അറിയാമോ? മൈക്രോമീറ്റർ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഒരു യു ഷേപ്പുള്ള പാർട്ട് ഉണ്ടാവില്ല, അതിന്റെ ഇവിടെയാണ് എന്താ വരുന്നത്, ആൻവിൽ വരുന്നത്. സോ ഇവിടെ ആൻവിൽ വരും, ഇവിടെ എന്താ സ്പിൻഡിൽ വരും. അപ്പൊ ഈ ആൻവിലും സ്പിൻഡിലും കോണ്ടാക്ട് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, the anvil and spindle of the spindle face of the micrometer are in contact. If the zero of the thimble എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിക്കുന്ന സ്ഥലം is rest below the datum line. Zero of the thimble is rest below the datum line. It is negative error, positive error, zero error, and backlash error. പോസിറ്റീവ് എറർ. Yes. അതായത് ഇതാണ് 3 എറർ എന്ന് പറയുന്നത്, മൈക്രോമീറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 എറർ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാറിപ്പോയത് ജസ്റ്റ് നിങ്ങളൊന്ന് കെയർഫുൾ ആയിട്ട് പഠിച്ചു വേണം. ഇത് 0 എറർ ആണ്, അല്ലെങ്കിൽ നോ എറർ ആണ്. അതായത് 0 ഓഫ് ദി ഡാറ്റം ലൈൻ, ഡാറ്റം ലൈനിലെ 0 ലൈൻ 0 ഓഫ് ദി തിമ്പിളുമായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നോ എറർ. ഓക്കെ, ഇനി എന്താണ് 0 ഓഫ് ദി ഡാറ്റം ലൈൻ, ഇഫ് ദി 0 ഓഫ് ദി ഡാറ്റം ലൈൻ ഈസ് എന്താണ് ലൈങ് above the 0 of the thimble. ഇനി നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ 0 ഓഫ് ദി തിമ്പിൾ, ഇങ്ങനെയാണ് എപ്പോഴും എക്സാം ചോദിക്കാറുള്ളത്. 0 ഓഫ് ദി തിമ്പിൾ 0 ഓഫ് ദി ഡാറ്റം ലൈനിന്റെ താഴെയാണ് എങ്കിൽ എന്താണ്, പോസിറ്റീവ് എറർ ആണ്, പോസിറ്റീവ് എറർ. ഓക്കെ, അതായത് നമ്മളിപ്പോ ഈ പറയുന്ന ആൻവിലും നമ്മുടെ സ്പിൻഡിലും ഡയറക്റ്റ് കോണ്ടാക്റ്റിലാണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ സ്ക്രൂ ഗേജിൽ വരേണ്ട മെഷർമെന്റ് 0 ആയിരിക്കണം ഇത് രണ്ടും കോണ്ടാക്റ്റിലാണെങ്കിൽ. ഓക്കെ, പക്ഷെ ഈ പോസിറ്റീവ് 0 എറർ ഉള്ള ഒരു സ്ക്രൂ ഗേജ് ആണെങ്കിൽ അവിടെ 0 മെഷർമെന്റ് അല്ല കാണിക്കുക, അവിടെ എന്താ ഒരു 5ഓ അല്ലെങ്കിൽ 2ഓ അങ്ങനെയൊക്കെ ഒരു മെഷർമെന്റ് കാണിക്കും. അതുകൊണ്ടാണ് പോസിറ്റീവ് എറർ എന്ന് പറയുന്നത്. സോ ഓർത്തിരുന്നാലും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ തിമ്പിളിന്റെ 0 ഡാറ്റം ലൈനിന്റെ 0ന്റെ താഴെയാണെങ്കിൽ അത് പോസിറ്റീവ് എറർ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകും, ഈ താഴെ ആയതുകൊണ്ട് അത് നെഗറ്റീവ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കും. പ്രത്യേകം ഈ ഫിഗർ ഒന്ന് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് വെച്ചോളണം കേട്ടോ. ഈ തിമ്പിളിന്റെ 0 എന്ന് പറയുന്നത് ഡാറ്റം ലൈനിന്റെ 0ന്റെ താഴെയാണെങ്കിൽ പോസിറ്റീവ് എറർ ആണ്, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താണ്, അത് നെഗറ്റീവ് എറർ ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ദി 0 ഓഫ് ദി തിമ്പിൾ റെസ്റ്റ് ബിലോ ദി ഡാറ്റം ലൈൻ, 0 ഓഫ് ദി തിമ്പിൾ റെസ്റ്റ് ബിലോ ദി ഡാറ്റം ലൈൻ, ഇറ്റ് ഈസ് പോസിറ്റീവ് എറർ. പോസിറ്റീവ് എറർ മാറിപ്പോയത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് എററിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മള് 9:30 ആയി, നിർത്താൻ പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ് അബൌട്ട് ദി കട്ടിംഗ് സ്പീഡ്? തന്നിരിക്കുന്നവയിൽ കട്ടിംഗ് സ്പീഡുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. ദി കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദി മെറ്റീരിയൽ ഇൻ 1 minute. Tool move along the work for each revolution of the work. The rate of material removed from the work in 1 minute. ഇത് മൂന്ന് ഡെഫിനിഷൻസ് ആണ് കേട്ടോ, ഒന്ന് പഠിച്ചോളാം. 3 ഡെഫിനിഷൻസ് നോക്കിക്കേ. ദി കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദി മെറ്റീരിയൽ ഇൻ 1 minute. 1 മിനിറ്റ് കൊണ്ട് കട്ടിംഗ് എഡ്ജ് അവിടെ മെറ്റീരിയലിന് ചുറ്റും
എന്തുമാത്രം ദൂരം പോകുന്നു. അതെന്താ സംഭവം? നമ്മുടെ ഒരു മെറ്റീരിയൽ, ഒരു സപ്പോസ് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ നമ്മുടെ എന്ന് വിചാരിക്കാം. ഒരു മിനിറ്റില് ഈ നമ്മുടെ ഷാഫ്റ്റ് എന്ത് ചെയ്യും? ലെയ്ത്തിൽ നമ്മൾ ഫിറ്റ് ചെയ്തേക്കാണെങ്കിൽ അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു മിനിറ്റില് ഈ കട്ടിംഗ് ടൂള് ഇതിന്റെ എഡ്ജിലൂടെ എത്ര തവണയല്ല എത്ര ദൂരം മൂവ് ചെയ്യുന്നു, അതാണെന്ത്? കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. കട്ടിംഗ് സ്പീഡിന്റെ ഡെഫിനേഷൻ എന്താ? കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? വേറെ ഒന്നുമല്ല, കട്ടിംഗ് എഡ്ജ് എന്താണ് ഒരു മിനിറ്റില് മെറ്റീരിയലിന് ചുറ്റും എന്തുമാത്രം ദൂരം പാസ് ചെയ്യുന്നുണ്ട്. കട്ടിംഗ് എഡ്ജ് പാസസ് ഓവർ ദി മെറ്റീരിയൽ ഇൻ 1 minute. അതാണ് എന്ത്? കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ മിനിറ്റ് ആയിരിക്കും, സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കി, ദി ടൂൾ മൂവ്സ് എലോങ് ദി വർക്ക് ഫോർ ഈച്ച് റെവല്യൂഷൻ ഓഫ് ദി വർക്ക്. അതിനെന്താ പറയുന്നത്? ഒരു റെവല്യൂഷനില് ആ ഉൾക്കോടെ ആ മെറ്റീരിയലിന് എലോങ് ആയിട്ട് ടൂൾ എന്തുമാത്രം ദൂരം മൂവ് ചെയ്യുന്നുണ്ട്, അതാണ് എന്ത്? ഫീഡ് എന്ന് പറയുന്നത്. ഫീഡ് നമ്മൾ എന്താണ്? per റെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് അല്ലെ. ഒരു റെവല്യൂഷനിൽ ഇത്ര മൂവ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒരു റെവല്യൂഷനിൽ നമ്മുടെ കട്ടിംഗ് ടൂള് എലോങ് ദി വർക്ക് പീസ് എത്ര ദൂരം മൂവ് ചെയ്തു എന്നുള്ള എന്താണ്? ഫീഡാണ്. റേറ്റ് ഓഫ് മെറ്റൽ റിമൂവ്ഡ് ഫ്രം ദി വർക്ക് ഇൻ 1 minute. ഒരു മിനിറ്റില് എന്തുമാത്രം വർക്ക് റിമൂവ് ചെയ്തു നമ്മൾ എന്ത് പറയും? മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറയും, MRR അല്ലെ. ഒരു മിനിറ്റിൽ എന്തുമാത്രം വോളിയം മെറ്റീരിയൽ റിമൂവ് ചെയ്തു, അതാണ് എന്ത്? മെറ്റീരിയൽ റിമൂവൽ റേറ്റ്, MRR. സോ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് അല്ലെങ്കിൽ ആർ കറക്റ്റ് അബൌട്ട് ദി കട്ടിംഗ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ഫീഡ് ആണ്, മൂന്നാമത്തെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ആണ്. ഓക്കെ, സോ ഒരു 2-3 ക്വസ്റ്റ്യൻ കൂടി നോക്കാം. നമ്മൾ 1.5 മണിക്കൂർ ക്ലോസ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ഇമ്പോർട്ടന്റ് 1-2 ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞിട്ട് നിർത്താം. വിച്ച് പാർട്ട് ഓഫ് ദി മൈക്രോമീറ്റർ ഈസ് എൻഷുവർ യൂണിഫോം പ്രഷർ ബിറ്റ്വീൻ ദി മെഷറിംഗ് സർഫസ്? ഈ യൂണിഫോം പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് പാർട്ടാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഈ റാച്ച് സ്റ്റോപ്പ് ആണ് കേട്ടോ. റാച്ച് സ്റ്റോപ്പ് യൂണിഫോം പ്രഷർ മെയിൻറ്റെയിൻ. അത് നമ്മൾ മൈക്രോമീറ്ററിൽ നമ്മൾ ആ തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ആൻവിലും അതുപോലെ നമ്മുടെ സ്പിൻഡിലും തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? റാച്ച് സ്റ്റോപ്പ് ഒരു 2-3 തവണ നമ്മൾ ടിക് 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 കിട്ടുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. സോറി, അതിന്റെ ബാക്കിലുള്ള സാധനം, നമ്മൾ ആ തിമ്പിളിന്റെ ബാക്കിലുള്ള സാധനം, അതാണ് യൂണിഫോം പ്രഷർ കിട്ടുന്ന സാധനം, അതാണ് റാച്ച് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോമീറ്ററിന്റെ ഫിഗർ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, ആ തിമ്പിളിന്റെ ബാക്കിലാണ് ഇരിക്കുന്നത്. സോ അതാണ് യൂണിഫോം പ്രഷർ കിട്ടാനുള്ള പാർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആൻസർ? റാച്ച് സ്റ്റോപ്പ് ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും. ഇനി ഈ 2 ക്വസ്റ്റ്യൻ കൂടി പഠിച്ചിട്ട് നിർത്താം. ഈ ലിമിറ്റ് ആൻഡ് ഫിറ്റ്. ഇവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 1-2 കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാതെ പിടിച്ചു പോയി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് അനലൈസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ് ലിമിറ്റ് ആൻഡ് ഫിറ്റ് എന്ന് പറഞ്ഞത്. സോ വാട്ട് ഈസ് ദി സൈസ് ബേസ്ഡ് ഓൺ വിച്ച് ദി ഡയമെൻഷണൽ ഡീവിയേഷൻ ആർ ഗിവൺ? ഏത് സൈസിന്റെ ബേസിലാണ് ഡയമെൻഷണൽ ഡീവിയേഷൻസ് തരുന്നത്? അല്ലെങ്കിൽ ഏത് സൈസിന്റെ ബേസിലാണ് നമ്മൾ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പറയുന്നത്? ഏതാണ്? ബേസിക് സൈസ് ആണ്. ബേസിക് സൈസ്. നമ്മളിപ്പോൾ ലിമിറ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ 25 പ്ലസ് 0.03 മൈനസ് 0.02 എന്നൊക്കെ പറയും. സോ ഈ 25 അതിനോട് 0.03 കൂടാം, അല്ലെങ്കിൽ 0.03 വരെ കുറയാം. ഓക്കെ, എന്നുള്ള രീതിയിലാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഈ 25 വിളിക്കുന്ന പേരാണെന്ത്? ബേസിക് സൈസ്. അല്ലെങ്കിൽ ബേസിക് സൈസിന്റെ ഡെഫിനേഷൻ എന്താണ്? ദി ബേസ്ഡ് ഓൺ ദി ബേസിക് സൈസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡീവിയേഷൻസ് നമ്മൾ പറയും കേട്ടോ. സോ വാട്ട് ഈസ് ദി സൈസ് ബേസ്ഡ് ഓൺ വിച്ച് ദി ഡയമെൻഷണൽ ഡീവിയേഷൻസ് ആർ ഗിവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് സൈസ് ആണ്. ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബേസിക് സൈസും ആക്ച്വൽ സൈസും ആണ് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് വിചാരിക്കുക. അപ്പൊ 25 പ്ലസ് 0.03 മൈനസ് 0.02 ഇത് നമ്മൾ എന്ത് ചെയ്യും? ഈ
ഷാഫ്റ്റ് അല്ലെങ്കിൽ ഹോള് ഉണ്ടാക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്ന ഡയമെൻഷനാണ്. ഇയാൾ ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് QA, ഒരു കമ്പനി ആണെങ്കിൽ ഒരു QA ഉണ്ടാവും, ക്വാളിറ്റി അഷുറൻസ് ഡിപ്പാർട്ട്മെന്റ്. QAക്കാർ ചെക്ക് ചെയ്യുമ്പോൾ ആ ഷാഫ്റ്റിന് എന്തുമാത്രം ഡയമീറ്റർ ഉണ്ട്, അത് 25.01 ആയിരിക്കും. ഓക്കെ, അത് ഞാൻ ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. പണി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഡയമീറ്റർ, അതാണ് ആക്ച്വൽ സൈസ് കേട്ടോ. സോ ഈ 20 ഇപ്പൊ നമ്മുടെ ഡയമെൻഷൻസ് ഇതാണെങ്കിൽ പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓപ്പറേറ്റർ വർക്ക് ചെയ്ത് 25.01 ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ QA ഇൻസ്പെക്ട് ചെയ്യും. എന്നിട്ട് ഈ ഇതിന്റെ അകത്തായതുകൊണ്ട്, ടോളറൻസ് റീജിയന്റെ അകത്തായതുകൊണ്ട് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് റിജക്ട് ചെയ്ത് കളയും. സോ അതാണ് ഈ ബേസിക് സൈസും ആക്ച്വൽ സൈസും വ്യത്യാസം. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ആക്ച്വൽ സൈസിന് ചിലർ ആൻസർ ചെയ്യും. ഓക്കെ, ആക്ച്വൽ സൈസ് അല്ല, ബേസിക് സൈസ് ആണ്. ബേസിക് സൈസിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡീവിയേഷൻസ് പറയാം. Which of the following statement are correct about the deviation is 0 in shaft basic system? Which of the following statement are correct about the deviation is 0 in shaft basic system? അതായത് ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം, ഹോൾ ബേസിക് സിസ്റ്റം ഉണ്ട്. ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം ആൻഡ് ഹോൾ ബേസിക് സിസ്റ്റം. ഇത് വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷാഫ്റ്റിന്റെ സൈസ് കോൺസ്റ്റന്റ് ആക്കി എടുത്തു. ഷാഫ്റ്റിന്റെ സൈസ് കോൺസ്റ്റന്റ് ആക്കി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും? ഹോളിന്റെ സൈസ് വേരി ചെയ്ത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റം അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഹോൾ ബേസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഹോളിന്റെ സൈസ് കോൺസ്റ്റന്റ് ആക്കി നിർത്തിയിട്ട് ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്ത് നമ്മുടെ റിക്വയർ ആയിട്ടുള്ള ഫിറ്റ്, ക്ലിയറൻസ് ഫിറ്റ് ആണോ, ഇന്റർഫിയറൻസ് ഫിറ്റ് ആണോ, ട്രാൻസിഷൻ ഫിറ്റ് ആണോ, ഏത് ഫിറ്റ് ആണോ വേണ്ടത്, ആ ഫിറ്റ് ഉണ്ടാക്കി തന്ന സിസ്റ്റം നമ്മൾ ഹോൾ ബേസിക് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഈ ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തില് ഏത് ഡീവിയേഷൻ ആണ് 0? ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തില് ഏത് ഡീവിയേഷൻ ആണ് 0? ഹോൾ ബേസിക് സിസ്റ്റത്തില് ഏത് ഡീവിയേഷൻ ആണ് 0? ഓക്കെ, സോ നിങ്ങളിപ്പോൾ തൽക്കാലം കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ എന്റെ തിയറി ക്ലാസ്സിൽ നമ്മുടെ തിയറി വീഡിയോസ് കാണും. ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം എന്തായിരിക്കും 0? അപ്പർ ഡീവിയേഷൻ 0 ആയിരിക്കും. അപ്പർ ഡീവിയേഷൻ 0 ആയിരിക്കും. ഷാഫ്റ്റിന്റെ അപ്പർ ഡീവിയേഷൻ 0 ആയിരിക്കും. ഹോൾ ബേസിക് സിസ്റ്റത്തില് ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് കാണാതെ പഠിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തിൽ എന്താണ്? അപ്പർ ഡീവിയേഷൻ 0 ആയിരിക്കും. ഹോൾ ബേസിക് സിസ്റ്റത്തിൽ ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് ഏറ്റവും ജനറൽ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഏതാണ്? ഷാഫ്റ്റ് ബേസിക് ആണോ, ഹോൾ ബേസിക് ആണോ? മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്നത് എന്താണ്? ഹോൾ ബേസിക് സിസ്റ്റം ആണ്. ഹോൾ ബേസിക് സിസ്റ്റം. ഹോൾ ബേസിക് സിസ്റ്റം എന്തുകൊണ്ടാണ്? നമുക്ക് ഹോളിന്റെ ഡയമീറ്റർ നമുക്ക് വേരി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഹോൾ എങ്ങനെ ഉണ്ടാക്കുക? ഒരു പർട്ടിക്കുലർ ഡയമീറ്റർ ഉള്ള ഹോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ആ ഡയമീറ്റർ ഉള്ള ഡ്രിൽ ബിറ്റ് വേണം, അല്ലെ? അല്ലെങ്കിൽ അതിന്റെ അനുസൃതമായിട്ടുള്ള ഡ്രിൽ ബിറ്റ് വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡ്രിൽ ചെയ്യണം. ആ സമയത്ത് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ നമ്മൾ എങ്ങനെ വേരി ചെയ്യുന്നത്? ഷാഫ്റ്റിന്റെ ഡയമീറ്റർ നമുക്ക് ഏത് ഡയമീറ്ററിലേക്ക് വേണമെങ്കിലും ഷാഫ്റ്റിനെ കൊണ്ടുവരാൻ പറ്റും. കാരണം എങ്ങനെയാ? നമ്മൾ ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ലെയ്ത്തിൽ നമ്മൾ രണ്ട് സെന്ററിന്റെ ഇടയിൽ പിടിപ്പിച്ചിട്ട് നമ്മുടെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടേണിങ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷാഫ്റ്റിന്റെ ഡയമീറ്റർ സാധാരണ കുറയ്ക്കുന്നത്. സോ ഏത് പർട്ടിക്കുലർ ഡയമീറ്റർ വേണമെങ്കിലും നമുക്ക് ഷാഫ്റ്റിന്റെ ഡയമീറ്റർ മാറ്റാൻ പറ്റും. പക്ഷെ ഹോൾ എന്താ? ഹോളിന്റെ ഡയമീറ്റർ മാറ്റുന്നത് സ്റ്റാൻഡേർഡ്സ് സ്റ്റാൻഡേർഡ് വാല്യൂ ഉള്ള ഡ്രിൽസ് ഉണ്ടാവും. അതായത് 3.5 mm അല്ലെങ്കിൽ 4 mm വാല്യൂസ് ഉള്ള പർട്ടിക്കുലർ ഡ്രിൽസ് നമുക്ക് ഉണ്ടാവും. സോ ആ ഡ്രിൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഹോളിന്റെ ഡയമീറ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ സമയത്ത് 3.75 അല്ലെങ്കിൽ 78 mm ഹോൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയില്ല. കാരണം ആ കറക്റ്റ് സൈസ് ഉള്ള ഡ്രിൽ ബിറ്റ് നമുക്ക് സാധാരണ കിട്ടൂല. പക്ഷെ 3.78 ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലെയ്ത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ആ പർട്ടിക്കുലർ ഡയമീറ്റർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴും ചെയ്യുന്നത് ഹോളിന്റെ സൈസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഷാഫ്റ്റിന്റെ സൈസ് വേരി ചെയ്ത് നമ്മുടെ റിക്വയർഡ് ഫിറ്റ് ഉണ്ടാക്കി കിട്ടുന്ന പരിപാടിയാണ്.
സോ സാധാരണ നമ്മൾ എഞ്ചിനീയറിംഗ് പ്രോസസ്സിലേക്ക് ഉപയോഗിക്കുന്നത് ഹോൾ ബേസിക് സിസ്റ്റം ആണ് എന്നുള്ളത് ഓർത്തിരുന്നോളണം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹോൾ ബേസിക് സിസ്റ്റത്തിൽ ലോവർ ഡീവിയേഷൻ 0 ആയിരിക്കും, ഷാഫ്റ്റ് ബേസിക് സിസ്റ്റത്തിൽ അപ്പർ ഡീവിയേഷൻ 0 ആയിരിക്കും. ഈ അപ്പർ ഡീവിയേഷൻ എന്താണ്, ലോവർ ഡീവിയേഷൻ എന്താണെന്നുള്ളതൊക്കെ ലിമിറ്റ് ആൻഡ് ഫിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഡീപ്പ് ആയിട്ടുള്ള പോർഷൻസ് ആണ്, നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും കഴിഞ്ഞിട്ട് നിർത്തുവാണ്. ഹൗ മെനി ഫണ്ടമെന്റൽ ടോളറൻസസ് ആർ ദെയർ ഇൻ BIS സിസ്റ്റം? പറയാൻ പറ്റുമോ? ഹൗ മെനി ഫണ്ടമെന്റൽ ടോളറൻസസ് ആർ ദെയർ ഇൻ സിസ്റ്റം? 18 ഫണ്ടമെന്റൽ ടോളറൻസസ് ആണുള്ളത്. ഈ നമ്പർ ഒന്ന് കാണാൻ ചോട്ടോ. അതായത് നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഫണ്ടമെന്റൽ ടോളറൻസ് എത്രയുണ്ട്, ഫണ്ടമെന്റൽ ടോളറൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടോളറൻസ്, സ്റ്റാൻഡേർഡ് ടോളറൻസ് എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഹൗ മെനി ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്, ഹൗ മെനി ഗ്രേഡ്സ് ഓഫ് ടോളറൻസ്, എത്ര ടോളറൻസ് ഗ്രേഡ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഈ 18 എന്നുള്ള നമ്പർ ഓർത്തിരുന്നതാണ്. ഞാൻ 2 നമ്പർ പറഞ്ഞു, 118 അതിന്റെ 18. ഇതൊക്കെ എന്താണ്? 118 എന്ന് പറയുന്നത് എന്താ? നമ്പറൊക്കെ ഓർത്തിരിക്കണ്ട. 118 എന്ന് പറയുന്നത് എന്താ? പോയിന്റ് ആംഗിൾ പോയിന്റ് ആംഗിൾ ഓഫ് ജനറൽ പർപ്പസ് ഡ്രിൽ അല്ലെ. 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഗ്രേഡ്സ് ഓഫ് ടോളറൻസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ടോളറൻസസ്. 29 എന്ന് പറയുന്നത് എന്താ? ആത്മീയ ത്രെഡ് എന്നുള്ള രീതിയിൽ ഓർത്തിരുന്നോ. 47.5 എന്ന് പറഞ്ഞാൽ എന്താ? 47, ഈ 7 നമ്മൾ A ആക്കുക. BA ത്രെഡിന്റെ ആംഗിൾ ആണ്. ഓക്കെ, 55 എന്താ? PSW 55, 2 5 ഉണ്ട്, അതുകൊണ്ട് 2 V2 അങ്ങനെ തിരിക്കാം. അല്ലെങ്കിൽ ഈ W എന്ന് പറഞ്ഞാൽ എന്താ? 22ാമത്തെ ലെറ്റർ W. സോ 22 55 രീതിയിൽ ഓർത്തിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഹൗ മെനി ഫണ്ടമെന്റൽ ടോളറൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 എന്ന ആൻസർ പറയാം. ഇനി ഇത് നമ്മൾ ഗ്രേഡ്സ് ഓഫ് ടോളറൻസ് എന്ന് പറയും. ഇനി ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സാധാരണ എക്സാമിന് ചോദിക്കാറില്ല. നമ്മൾ തിയറി ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പഠിപ്പിക്കാറുണ്ട്, പ്രോബിലിറ്റി ഉണ്ട്, ചോദിക്കാൻ പ്രോബിലിറ്റി ഉണ്ട്, പക്ഷെ സാധാരണ ഇതിന് ചോദിച്ചിട്ടില്ല. ഓരോ ഗ്രേഡ്സ്, അതായത് ഈ IT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടോളറൻസ് എന്ന് പറയും, ഇന്റർനാഷണൽ ടോളറൻസ്. സോ IT നിങ്ങൾ എത്ര ഓർത്തുന്നുള്ള IT 0 1 to 4 എന്ന് പറയുന്നത് വെരി പ്രിസിഷൻ വേണ്ട, വെരി പ്രിസിഷൻ വേണ്ട മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഐറ്റംസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രേഡ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് അത്രയും ആക്യുറേറ്റ് ആയിരിക്കും എന്നാണ് ഒരു മീനിങ്. ഓക്കെ, ഇത് എവിടേക്ക് ഉപയോഗിക്കുന്നത്? ഈ വേജസ് എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഹോളിന്റെ ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് വേജസ്. വേജസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടോളറൻസ് IT 0 1 to IT 4 ആണ് എന്നുള്ള ഓർത്തിരുന്നോളണം. ആ ടോളറൻസിന്റെ ഗ്രേഡ്, ഗേജസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടോളറൻസ് ഗ്രേഡ് എന്ന് പറയുന്നത് 0 1 to 4 ആണെന്നുള്ള രീതിയിൽ ഓർത്തിരുന്നോളാം കേട്ടോ. ബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിക്കുക, അതിപ്പോ ഇനി പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സാധാരണ ചോദിക്കാറില്ല. ഇത് മാത്രം ഓർത്തിരുന്നോളാം കേട്ടോ. സോ നമ്മളെ സമയം 9:42 അതുകൊണ്ട് നമ്മൾ നിർത്തുവാണ്. ഇതുവരെ കഴിഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതാം. താങ്ക് യു.